thermodynamics. Study of heat. ഹായ്, എൻ്റെ പേര് അഭിഷേക്. ഞാൻ തൃശ്ശൂർ രാമപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഈ ഇയർ 2024 നീറ്റ് എഴുതിയത്. ഞാൻ ജസ്റ്റ് ക്വാളിഫൈഡ് ആണ്. സ്കോർ വെച്ചിട്ട് എനിക്ക് ഇന്ത്യയിൽ MBBS അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സെൽഫ് ഫിനാൻസിങ് ആയാലും അത് എനിക്ക് പോസിബിൾ അല്ല, അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബ്രൈറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനെ കുറിച്ച് അറിയുന്നതും എബ്രോഡ് MBBSനെ കുറിച്ച് അറിയുന്നത്. റഷ്യയിലെ പ്രീമിയം യൂണിവേഴ്സിറ്റി ആയ ടൈവർ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS അഡ്മിഷൻ എടുത്തു. അപ്പോൾ എൻ്റെ വിസ പ്രോസസ്സിങ് ആയാലും യൂണിവേഴ്സിറ്റി സെലക്ഷൻ ആയാലും ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രേഷൻ കാര്യങ്ങളായാലും അതൊക്കെ ഫാസ്റ്റായിട്ട് ബ്രൈറ്റിലെ സ്റ്റാഫ്സ് തന്നെയാണ് പെട്ടെന്ന് ചെയ്തത്. ആൻഡ് ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ 24 ഫ്ലൈ ചെയ്യും. ആൻഡ് ഐ എം ഹാപ്പി ടു ബി ദാറ്റ്. സിസ്റ്റം, അതായത് ഇപ്പോൾ ഞാൻ ഈ റൂമിലെ ടെമ്പറേച്ചർ, ഈ റൂമിലെ പ്രഷറൊക്കെ ഞാൻ മെഷർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എവിടുത്തെ ടെമ്പറേച്ചറും എവിടുത്തെ പ്രഷറും എവിടുത്തെ വോള്യൂം ഒക്കെയാണോ മെഷർ ചെയ്യുന്നത്, നമ്മൾ ആരെയാണോ മെഷർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഒരു റൂമിലെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ റൂമാണ് നമ്മുടെ എന്ത് സിസ്റ്റം. അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് മെഷർ ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിലുള്ള ആൾക്കാരാണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ നമ്മൾ ആരെയാണോ അത് മെഷർ ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത് അവരാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ആ സിസ്റ്റത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള സ്വപ്നമാണ്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ്, which can influence the system. നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിന്റെ നമ്മൾ പറഞ്ഞ പേരാണ് സറൗണ്ടിങ്. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് സറൗണ്ടിങ്. അപ്പൊ സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അതിലേക്ക് സിസ്റ്റത്തിലെ യൂണിവേഴ്സിന്റെ തന്നെ ഒരു ഭാഗം, ആ യൂണിവേഴ്സിന്റെ ഭാഗത്തിന് സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സറൗണ്ടിങ്ങിന്റെ ഒരു ഭാഗം, ഐ മീൻ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വിളിക്കുക സറൗണ്ടിങ്. ഇപ്പോ ഈ റൂമിലെ ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള പുറത്തുള്ള എയർ മോളിക്യൂൾസ്, പുറത്തുള്ള എയർ മോളിക്യൂൾസിന് ഈ റൂമിലെ ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അവരെന്ത് വിളിക്കാം, സറൗണ്ടിങ് വിളിക്കാം. അപ്പോ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള വിളിക്കാം സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് കൂടിച്ചേർന്നിട്ടാണ് സിസ്റ്റവും സറൗണ്ടിങ് കൂടിച്ചേർന്നിട്ടാണ് നമുക്ക് ബേസിക് സാധനമാണ് സിസ്റ്റവും സറൗണ്ടിങ് കൂടിച്ചേർന്നിട്ടാണ് ഇനി ചില എന്തെങ്കിലും പ്രോസസ് നടക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്ന ഫിസിക്സിലെ ക്വാണ്ടിറ്റികളാണ് തെർമോഡൈനാമിക് വേരിയബിൾ. ഇപ്പോ ഈ ക്ലാസ് റൂമിലെ ടെമ്പറേച്ചർ മാറുന്നു എന്ന് വിചാരിക്കുക, ഒരു തെർമോഡൈനാമിക് പ്രോസസ് നടക്കുമ്പോൾ. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നുണ്ടെങ്കിൽ അതാണ് തെർമോഡൈനാമിക് വേരിയബിൾ. അപ്പൊ സിസ്റ്റത്തിന്റെ മാറിക്കളിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, തെർമോഡൈനാമിക്. അപ്പോ നമുക്ക് ഒരു തെർമോഡൈനാമിക് പ്രോസസ് എക്സാമ്പിൾ പ്രശ്നം പറയാം, അപ്പോ സിസ്റ്റത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങൾ നമ്മൾ വിളിക്കും തെർമോഡൈനാമിക് വേരിയബിൾ. ഈ തെർമോഡൈനാമിക് വേരിയബിളുകൾ തമ്മിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നില്ല. സോ തെർമോഡൈനാമിക് വേരിയബിളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറയുമ്പോൾ ഇക്വേഷൻ തെർമോഡൈനാമിക്, അതായത് പ്രഷർ കൊണ്ട് ടെമ്പറേച്ചർ പോലുള്ള തെർമോഡൈനാമിക് വേരിയബിളുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നത് ഇക്വേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇക്വേഷൻ തെർമോഡൈനാമിക് വേരിയബിളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻ. പിന്നെ ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് വേരിയബിളുകളെല്ലാം വിളിച്ചിട്ട് അവർ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുന്ന ഗ്രാഫാണ്. സോ ഗ്രാഫ് ബിറ്റ്വീൻ തെർമോഡൈനാമിക് വേരിയബിൾ, ഗ്രാഫ് ബിറ്റ്വീൻ തെർമോഡൈനാമിക് വേരിയബിളുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റഗ്രൽ.
സോ ഇതൊക്കെയാണ് ഒരു തെർമോഡൈനമിക്സിലെ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ട് ടെർമിനോളജീസ്. അപ്പോ സിസ്റ്റം എന്താ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഭാഗമാണ് സിസ്റ്റം. നമ്മൾ ആരെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത് അതാണ് സിസ്റ്റം. ആരുടെ ടെമ്പറേച്ചർ ആണോ, ആരുടെ വോളിയം ആണോ, ആരുടെ പ്രഷർ ഒക്കെയാണോ മെഷർ ചെയ്യുന്നത് അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിലേക്ക് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ കഴിയുന്ന മറ്റു പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് വിളിക്കുക. സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരെയാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് വിളിക്കുക. സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടി ചേർന്നിട്ടാണ് യൂണിവേഴ്സ് ഉണ്ടാവുന്നത്. സിസ്റ്റവും സറൗണ്ടിങ് ആണ് യൂണിവേഴ്സ്. തെർമോഡൈനമിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനമിക് പ്രോസസ് നടക്കുമ്പോൾ ഫിസിക്സിലെ ഏതെങ്കിലും ക്വാളിറ്റികൾ മാറും. ഇപ്പൊ ടെമ്പറേച്ചറോ പ്രഷറോ അതേപോലെ വോളിയം ഇതൊക്കെ എന്ത് ചെയ്യാം, മാറിക്കളിക്കാം. അവരെയാണ് നമ്മൾ വിളിക്കുക തെർമോഡൈനമിക് വേരിയബിൾ എന്ന് വിളിക്കും. ആ തെർമോഡൈനമിക് വേരിയബിളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് തരുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അവർ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം. സംശയം ഉണ്ടാവും? പറ, ഡൗട്ടില്ല? ഡൗട്ട് മക്കളെ? ഇല്ല. അപ്പൊ അടുത്തേക്ക് നോക്കാം. അടുത്ത ഇനി കുറച്ച് കാര്യങ്ങളാണ്. ഹീറ്റ് is a form of energy. And the heated up, it is a form of energy transferred due to temperature difference. It is a form of energy transferred due to temperature difference. അതായത് സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ രൂപമാണ് ഹീറ്റ്. സോ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ ഹീറ്റ്. ഹീറ്റിൽ ശ്രദ്ധിക്കാൻ ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് അതായത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻട്രി ചെയ്യാനെങ്കിൽ അത് ആ ഹീറ്റിന് പോസിറ്റീവ് ഹീറ്റ് വിളിക്കാം. ഹീറ്റിനെ സിംഗിൾ ക്യൂ ആണല്ല, അപ്പൊ ക്യൂ പോസിറ്റീവ് വിളിക്കാം. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവാണ്. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് ഹീറ്റിനെ നെഗറ്റീവ് ആയിട്ട്. അപ്പൊ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആക്ച്വലി ഹീറ്റ് പോസിറ്റീവ്, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പുറത്തു പോവാണെങ്കിൽ സിസ്റ്റത്തിൽ ഹീറ്റ് പുറത്തു പോവാണെങ്കിൽ അതെന്താ നെഗറ്റീവ് ഹീറ്റ്. അപ്പൊ ഹീറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ ഇന്റേണൽ അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലികളെ എനർജി, അതായത് ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സിസ്റ്റം. അതായത് സിസ്റ്റത്തിനുള്ളിലുള്ള പാർട്ടിക്കിൾസിന്റെ മൊത്തത്തിലുള്ള എനർജി എനർജി. അപ്പൊ ഇന്റേണൽ ടോട്ടൽ എനർജി ഓഫ് പൊട്ടൻഷ്യൽ. ഇനി ഇതല്ലാതെ അപ്പോ എല്ലാ ടൈപ്പ് ഓഫ് എനർജി സംഭവമാണ് ഇന്റേണൽസ്. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടിക്കിൾസിന്റെ എല്ലാ ടൈപ്പ് ഓഫ് എനർജി സംഭവമാണ് ഇന്റേണൽസ്. ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി പൂർത്തിയാണെങ്കിൽ, അതായത് എനർജി കിട്ടി ഇന്റേണൽ കൂടിയാണ് ഇന്റേണൽ എനർജി കൂടിയാണ് അത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരും. ഇന്റേണൽ എനർജി പുറത്തു പോകാൻ നെഗറ്റീവ് ആണ്. അപ്പൊ എനർജി നെഗറ്റീവ്. സോ ഹീറ്റ് ഇന്റേണൽ എനർജി ഡൗട്ട് ഉണ്ടാവും? അടുത്ത് പറയട്ടെ? അത് പറയാം. ഒരു സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ചില സോ വർക്ക് സോ വർക്ക് ഈക്വൽ ടു പ്രഷർ ഇൻടു ചേഞ്ച് ഇൻ വോളിയം, ഫൈനൈറ്റ് വോളിയം മൈനസ് ഇതാണ് വർക്ക്. സോ വർക്ക് സ്പീഡ് ഫൈനൈറ്റ് വോളിയം മൈനസ് ഇന്റഗ്രേറ്റ് രീതിയിൽ
ഇന്റഗ്രേറ്റ്. അപ്പൊ ബേസിക് പ്രഷർ അറിയാം, പ്രഷർ ചേഞ്ച് മൂല്യം, അതായത് ഫൈനൽ ട്രാൻസ്ലേഷൻ മൂല്യം വേണമെങ്കിൽ ഇന്റഗ്രേഷന്റെ വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റ് ചെയ്ത്. ഇനി അതുപോലെ പ്രഷർ മൂല്യം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ പ്രഷർ മൂല്യം ഗ്രാഫ്, ഏരിയ അണ്ടർ പി വി ഗ്രാഫ് വർക്കത്തിലാണ്. ഏരിയ അണ്ടർ പി വി ഗ്രാഫ് എന്ന് പറയുന്നത് വർക്കാണ്. സോ വർക്ക് എടുപ്പിക്കാണ് നാല് കാര്യം. പ്രഷർ ഇൻറ്റു ഡെൽറ്റ പി ഡെൽറ്റ വർക്ക് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഫൈനൽ വോളിയം മൈനസ് ഇഫിഷ്യന്റ് വോളിയം. അത് പ്രഷർ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഇന്റഗ്രേഷൻ ചോദിക്കാറുണ്ട്. ഇന്റഗ്രേറ്റ് അതായത് പ്രഷർ വോളിയം ഗ്രാഫിൽ ചെയ്ത് നമുക്ക് വാർത്ത കിട്ടും. അങ്ങനെയാണ് ഇതില് സിസ്റ്റം എന്ന് വിചാരിക്കാം. സിസ്റ്റം സിസ്റ്റമാണ് സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതായത് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അർത്ഥം സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഗ്യാസ് വർക്ക് ചെയ്യുന്ന, ഈ ഗ്യാസ് സിസ്റ്റത്തിനുള്ളിൽ ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന. ഇവര് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സിസ്റ്റം മുകളിലേക്ക് വരും. എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പൊ വർക്ക് സിസ്റ്റം ഉള്ളിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ പിസ്റ്റണെ വിളിച്ച് തള്ളുക ചെയ്യാം, പിസ്റ്റണെ മുകളിലേക്ക് തള്ളുക ചെയ്യും. അങ്ങനെ സിസ്റ്റം ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ പിസ്റ്റൺ മുകളിലേക്ക്, അങ്ങനെ മുകളിലേക്ക് പോകാൻ ഒരു എക്സ്പാൻഷൻ എക്സ്പാൻഷൻ പോസിറ്റീവ് വരും. കാരണം അങ്ങനെ ചെയ്തിട്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ആ ഗ്യാസ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കണേ. ആ ഗ്യാസ് പാർട്ടിക്കിൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പുഷ് വന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ മുകളിലേക്ക് എന്താ ചെയ്യുക. അങ്ങനെ അവിടെ എക്സ്പാൻഷൻ പോസിറ്റീവ്. ഇനി വർക്ക് ഓൺ ദ സിസ്റ്റത്തിലാണ്, സിസ്റ്റത്തിന്റെ മേലേക്ക് ഒരു വർക്ക്, അപ്പൊ സിസ്റ്റത്തിന്റെ മേലേക്ക് സിസ്റ്റത്തിലോട്ട് വർക്ക് കൊടുക്കുന്നതാണ്. അതായത് സിസ്റ്റത്തിലെ മേലേക്ക് വർക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ പിസ്റ്റൺ എടുത്തിട്ട് താഴേക്ക് തള്ളുക. അപ്പൊ വർക്ക് ഓൺ ദ സിസ്റ്റത്തിലേക്ക് വോളിയം കുറയും. വോളിയം പറയുമ്പോൾ നെഗറ്റീവായി നമ്മുടെ വർക്ക് നെഗറ്റീവ്. So what is negative of negative of work on the system? Negative. Doubt it all. Doubt it all. അപ്പോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാ? ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യാൻ അർത്ഥം. സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ മക്കളെ ഉള്ളിൽ നിന്ന് തള്ളുക ചെയ്യാം. എക്സ്പാൻഷൻ നടക്കുക, കംപ്രഷൻ നടക്കുക. ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? പറയും. ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? എക്സ്പാൻഷൻ ആണ് നടക്കുക. ബൈ ദ സിസ്റ്റം ആണ് കേട്ടോ. സിസ്റ്റം ആണ് വർക്ക് ചെയ്യണേ, ഉള്ളിൽ നിന്നാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അതെന്ന് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക, വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ ഡെൽറ്റ വി പ്ലസ് വരും. ഡെൽറ്റ വി പ്ലസ് വന്നാൽ വർക്ക് പ്ലസ് വരും. അങ്ങനെയാണ് വർക്ക് പ്ലസും മൈനസും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
ഫസ്റ്റ് ലോ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഡയറക്റ്റ് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഡയറക്റ്റ് ആ സിസ്റ്റം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അത് അതിന്റെ ഇന്റർണൽ ചേഞ്ച് ആക്കി മാറ്റും, പുറത്തേക്ക് മാറ്റും, ബാക്കിയുള്ള ഭാഗം കഴിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ചേഞ്ച് ഇന്റർണൽ മനസ്സിലായിരുന്നു, ബാക്കി ഉണ്ടെങ്കിൽ അത് വർക്കുമായിരുന്നു യൂസ് ചെയ്യും. വർക്കുമായിട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് is based on energy conservation. Energy can ഫസ്റ്റ് ലോ എടുക്കണേ. അപ്പൊ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു കുറച്ച് ഭാഗം ഇന്റർണൽ ചേഞ്ച് ആയി മാറണം, ബാക്കി ഉണ്ടെങ്കിൽ അത് വർക്കുമായിട്ട് മാറും. അപ്പൊ നമുക്ക് പറയുന്നത് പി ഡെൽറ്റ. സോ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് പി ഡെൽറ്റ. കൊടുക്കുന്ന ഹീറ്റ് ഇതാണ് ഹീറ്റ്, ഡെൽറ്റ ക്യൂ ആണ് ഹീറ്റ്. ഹീറ്റ് ചേഞ്ചിനാണ് ചെയ്യാനായിട്ട് മാറണം, ചേഞ്ചിനാണ് മാറാം, ബാക്കി ഒഴിക്കുന്നതിനായിട്ട് മാറാം. അത് വാക്കായിട്ട് ഡൗട്ട് എന്താ? ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ. ഓക്കെ, അടുത്ത് പറഞ്ഞാലോ? അടുത്ത് പറയാം. അടുത്ത thermodynamic process. ആദ്യം പഠിക്കുന്നത് ഐസോതെർമൽ പ്രോസസ്. ഇവിടെ നമ്മൾ അഞ്ച് പ്രോസസ് പഠിക്കാൻ. പിന്നെ ഒരു ഹീറ്റ് എഞ്ചിൻ, കാർബൺ എഞ്ചിൻ, ഐസോതെർമൽ പ്രോസസ്. പറയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഐസോതെർമൽ പ്രോസസ് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? Processing which temperature is constant. Temperature constant ആയതിന്റെ പ്രോസസ്സിനെ പറയുന്നത് അല്ലെ? ഐസോതെർമൽ പ്രോസസ് എന്ത് സെയിം ആയിരിക്കണം മക്കളെ? ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ സെയിം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ. അപ്പൊ രണ്ടാമത്തെ ഇതാണ് ഡെൽറ്റ ടി ഉണ്ടാകും, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിലേക്ക് നമ്മളെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാകുന്നു. ബിക്കോസ് ഇന്റേണൽ എനർജി ഇസ് ഡിപെൻഡന്റ് ഓൺ ദ ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി ടെമ്പറേച്ചർ ഡിപെൻഡബിൾ ആണ്. അത് നമ്മൾ കഴിഞ്ഞിട്ട് പറയാം. ഇന്റേണൽ എനർജി ടെമ്പറേച്ചർ ഡിപെൻഡബിൾ ആണ്. ടെമ്പറേച്ചറിൽ വ്യത്യാസം നാലാമത്തെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഐസോതെർമൽ പ്രോസസ്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതിൽ ഡെൽറ്റ യു ഉണ്ടാവുന്ന ഡെൽറ്റ യു സീറോ, കാരണം ഡെൽറ്റ ടി സീറോ. മൂന്നാമത്തെ ശ്രദ്ധിക്കുക, ഡെൽറ്റ യു സീറോ. അപ്പോൾ ഡെൽറ്റ യു സീറോ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഡെൽറ്റ മൊത്തം വർക്കായിട്ട്. സോ ഹീറ്റ് മൊത്തത്തിൽ വർക്കായി മാറുന്ന ഒരു പ്രോസസ് ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിച്ച കണ്ടന്റ് എഴുതാം. അത് ഐസോതെർമൽ പ്രോസസ്. അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് ഐസോതെർമൽ പ്രോസസ് നടക്കുന്നത്. ഐസോതെർമൽ പ്രോസസ് നടക്കുന്നത് ഒരു ഹൈലി കണ്ടക്റ്റിംഗ് കോപ്പർ റെസിസ്റ്റൻസ്, ഹൈലി കണ്ടക്റ്റിംഗ് കോപ്പർ റെസിസ്റ്റൻസ്. അതായത് നന്നായി ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കോപ്പർ പാത്രത്തിനുള്ളിലാണ് നടക്കുന്നത് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ് നടക്കണമെങ്കിൽ അവിടെ നടക്കുന്ന ഫ്ലാസ്കിന്റെ ഉള്ളിലൊന്നും അല്ല കേട്ടോ. നമ്മൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഫ്ലാസ്കിന്റെ ഉള്ളിൽ വെച്ച ചായ ടെമ്പറേച്ചർ മാറാതെ നിൽക്കുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് എന്നൊരു തെറ്റിദ്ധാരണ ഒരു പിള്ളേർക്കുള്ളവരുണ്ട്. മെജോറിറ്റി പിള്ളേർ പറയുന്നത് ഐസോതെർമൽ പ്രോസസ് നടക്കുന്നത് ഫ്ലാസ്കിന്റെ ഉള്ളിലായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഐസോതെർമൽ പ്രോസസ് നടക്കുന്നത് ഏതിന്റെ ഉള്ളിലാണ്? ഹൈലി കണ്ടക്ടിങ് കോപ്പർ പാത്രത്തിനുള്ളിലാണ്. ഇത് നടക്കുമ്പോൾ കുറച്ച് സമയം ഐസോതെർമൽ പ്രോസസ് വളരെ സ്ലോ ആയിട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഐസോതെർമൽ പ്രോസസ് അത് കണ്ടക്ടിങ് റെസിസ്റ്റൻസ്
ഹീറ്റിന് മൊത്തത്തിൽ എന്തായി മാറും? ആൾക്കായി മാറും. ചേഞ്ച് ടെമ്പറേച്ചർ ചേഞ്ച് ചേഞ്ച് ടെമ്പറേച്ചർ ചേഞ്ച്. അടുത്ത ഏഴാമത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രഷർ പ്രഷർ നമുക്കറിയാം. ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഇത് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ. ഐസോറിന്റെ പ്രോസസ് അല്ല, ഇതെല്ലാം ടി ഈക്വൽ തന്നെയാണ്. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ ടി ഈക്വൽ ഇക്വേഷൻ ടി എന്താണ്? ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഏത് പ്രോസസ്സിന്? ഐസോതെർമൽ പ്രോസസ്സിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അപ്പൊ ഒരു കോൺസ്റ്റന്റ്. സോ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഐസോതെർമൽ കോൺസ്റ്റന്റ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ അപ്പൊ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് PV equal to PV equal to constant. ഇതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ഇതില് നിങ്ങൾ വോളിയത്തിന് അപ്പുറത്തേക്ക് പ്രഷർ P equal to constant ബൈ വരും. പ്രഷർ മുകളിലും വോളിയം താഴെ, പ്രഷർ മുകളിലും വോളിയം താഴെ വരുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് പ്രഷർ വോളിയം ഗ്രാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫിന്റെ ഷേപ്പ് അങ്ങനെ. അപ്പോ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV equal to ഉണ്ടാവും. അത് T കോൺസ്റ്റന്റ് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, N നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്. സോ PV മൊത്തത്തിൽ എന്ത് വരും മക്കളെ? കോൺസ്റ്റന്റ് വരും. അതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. PV equal to constant. Then P equal to A by B equal to constant by T. Constant by T എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ സംശയം ഐസോതെർമൽ പ്രോസസ്സിന്റെ പോയിന്റുകളെ കുറിച്ച് ഇനിയുണ്ട് 2-3 പോയിന്റുകൾ. അപ്പോ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ബൈഹാർട്ടൊന്നും പഠിക്കണ്ട. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഡെൽറ്റ ടി 0 ആണ്. ഡെൽറ്റ ടി 0 ആണെങ്കിൽ ഡെൽറ്റ യു ഇന്റേണൽ എനർജി 0 ആണ്. ഫസ്റ്റ് ലോ പ്രകാരം ഇന്റേണൽ എനർജി 0 പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? ഹീറ്റ് ഈക്വൽ ടു എന്ത് വരും? വർക്ക് വരും. ഹീറ്റ് ഈക്വൽ ടു വർക്ക് വരുന്ന ഒരു തെർമോഡൈനാമിക് പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. അത് കഴിഞ്ഞു പിന്നെ ഐസോതെർമൽ പ്രോസസ് നമ്മൾ വിചാരിച്ചത് പ്ലാസ്റ്റിക് വിധല്ല ഹൈലി കണ്ടക്ടിങ് കോപ്പർ വെസലിനുള്ളിലാണ് നടക്കുക. അത് നടക്കാൻ കുറച്ച് സമയം കൊടുക്കണം. അത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ അത് സ്ലോ പ്രോസസ് ആണ്. പിന്നെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വരുന്നത് PV equal to constant ആണ്. ഗ്രാഫ് വരുന്നത് പിയും വിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ്. ഈ ഷേപ്പാണ് ഗ്രാഫ് വരുന്നത്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത പോയിന്റ് സ്പെസിഫിക് ചാപ്റ്ററിലാണ്. ആ ചാപ്റ്റർ സ്പെസിഫിക് ഒരു മോൾ ഗ്യാസിന്റെ സെൽഷ്യസ് വരുമ്പോൾ സ്പെസിഫിക് ഈ സ്പെസിഫിക് ഹീറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻ ചേഞ്ചിങ് ടെമ്പറേച്ചർ. Specific heat capacity equal to heat divided by number of moles into change temperature എന്നുള്ള ഇക്വേഷൻ. അതിന് ഡെൽറ്റ ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ടി 0. അപ്പൊ ടി 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി ഇൻഫിനിറ്റി വരും. അപ്പൊ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഐസോതെർമൽ പ്രോസസ് ഇൻഫിനിറ്റി ആണ്. ഐസോതെർമൽ സ്പെസിഫിക് കപ്പാസിറ്റി വരുന്നത് ഇൻഫിനിറ്റി. പിന്നെ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. PV equal to constant നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് PV equal to constant. മക്കളെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ഒന്നും പറയില്ല, വെറുതെ ഡിഫറൻഷിയേറ്റ്. അപ്പോ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് പി, സെക്കൻഡ് യൂസ് ചെയ്യും. എങ്ങനെയാണ് യൂസ് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെൽറ്റ ബി പ്ലസ് V into derivative of first delta P equal to constant and differential 0. അപ്പൊ ഞാൻ പറയാം now PV equal to constant സ്റ്റേറ്റ്. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ബി എഴുതുക, രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഡെൽറ്റ പ്ലസ് ബി എഴുതുക, ഡെൽറ്റ പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേഷൻ 0.
മക്കളെ ഈ സാധനം കഴിഞ്ഞാൽ P into delta V equal to minus V into delta V. ഈ ഡെൽറ്റ V എടുത്തു കഴിഞ്ഞാൽ പ്രഷർ V equal to minus V into delta V by delta V. ചെറുതായിട്ട് പ്രഷർ P equal to ഡെൽറ്റ P by ഈ വോൾട്ടേജ് നമുക്ക് താഴെ ഡെൽറ്റ V by T. ഇങ്ങനെ എഴുതാൻ ഈ താഴെയുള്ള വോളിയം എവിടേക്ക് വരും? മോളിലേക്ക് വരും. അപ്പൊ ഈ മുകളിലുള്ള വോളിയത്തിനെ നമുക്ക് ബൈയുടെ താഴെ തന്നെ കുഴപ്പമുണ്ട ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ശരിക്കും പ്രഷർ P equal to delta V minus delta V by T നടക്കും. അങ്ങനെ ഡെൽറ്റ V എന്ന് പറയുന്നത് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ സ്ട്രെസ് എന്ന് പറയും. അപ്പൊ ഈ ഡെൽറ്റ V എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. Delta V by change in volume by change in volume delta V by volumetric strain, volumetric strain. അപ്പൊ സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ നമുക്ക് ബൾക്ക് മോഡുലസ് അപ്പൊ ബൾക്ക് മോഡുലസ് പ്രഷർ. അപ്പൊ ഇതൊരു പോയിന്റ് ആണ്. അതേ ഐസോതെർമൽ പ്രോസസ്സിന്റെ ബൾക്ക് മോഡുലസ്, ഐസോതെർമൽ പ്രോസസ്സിന്റെ ബൾക്ക് മോഡുലസ് പ്രഷറാണ്. പ്രഷർ ആണ് ബൾക്ക് മോഡുലസ്. അപ്പൊ നമുക്ക് ചോദിക്കാം ബൾക്ക് മോഡുലസിന്റെ ഐസോതെർമൽ പ്രോസസ് ഈക്വൽ ടു. അപ്പോ രണ്ട് പോയിന്റ് ആണ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഐസോതെർമൽ പ്രോസസ്സിന്റെ ബൾക്ക് മോഡുലസ് ആണ് pressure and specifically the positivity negative. And the last one is work done. Work done equal to isotopic positive work done 2.303 nRT സാധാരണ final volume by initial. അപ്പോൾ work done isotopic process is equal to 2.303 nRT log the final volume by initial. ഇതാണ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇക്വേഷൻ പറയാം. നമുക്ക് വേണ്ട. അപ്പൊ വർക്ക് ഈക്വൽ 2.303 nRT ലോഗ് VF/VA. അങ്ങനെ ഒരു 10 പോയിന്റുകളോളം എന്തിനുണ്ട്? 10 പോയിന്റുകളോളം നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിനുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഡെൽറ്റ T0, ഡെൽറ്റ T0 ആൻഡ് ഡെൽറ്റ U0. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കൊടുക്കുമ്പോൾ വർക്ക് തന്നെയാണ് ഹീറ്റ്, ഹീറ്റ് തന്നെയാണ് വർക്ക്, ഹീറ്റും വർക്കും ഈക്വൽ ആയി വരുന്ന തെർമോഡൈനാമിക് പ്രോസസ്. ആൻഡ് ഫ്ലാസ്കിന്റെ ഉള്ളിലാണ് നടക്കുക എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഹൈലി കണ്ടക്ടിങ് കോപ്പർ വെസലിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ പ്രോസസ്സ് വളരെ സ്ലോ പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് പ്രഷറാണ്. പിന്നെ PV ഗ്രാഫ് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ വർക്കും പറഞ്ഞു. ഇത്രയും പോയിന്റുകൾ, 10 പോയിന്റുകളുടെ ഒരു പാക്കാണ് ഐസോതെർമൽ പ്രോസസ്. സംശയം ആർക്കെങ്കിലും? റെസ്പോണ്ട് ചെയ്യട്ടാ. ഓക്കെ, അടുത്ത പിടിക്കാം. അടുത്ത പ്രോസസ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് ആ പേരിൽ തന്നെയുണ്ട്. ഐസോകോർ, കോർ എന്ന് പറയുമ്പോൾ വോള്യം എന്നാണ് അർത്ഥം. കോർ എന്ന് പറയുമ്പോൾ വോള്യം. അപ്പൊ ഐസോകോറിക് എന്ന് പറയുമ്പോൾ പ്രോസസ് ഇൻ വിച്ച് വോള്യം ഈസ് കോൺസ്റ്റന്റ്. വോള്യം കോൺസ്റ്റന്റ് ആയി വരുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. The process in which volume is constant. Isocoric. അപ്പൊ ഐസോകോറിക് ഡെൽറ്റ ചേഞ്ച് ഇൻ വോള്യം ഇല്ല. ചേഞ്ച് ഇൻ വോള്യം എനിക്ക് അപ്പം തന്നെ നമുക്കറിയാമല്ലോ വർക്കിന്റെ ഇക്വേഷൻ നോക്കണം. വർക്ക് ഡൺ ഈക്വൽ ടു പി ഡെൽറ്റ ഇക്വേഷൻ. ഡെൽറ്റ ചേഞ്ച് ഇൻ വോള്യം പൂജ്യമാണെങ്കിൽ മക്കളെ നമുക്ക് പൂജ്യമാണ്. സോ വർക്ക് പൂജ്യമായ തെർമോഡൈനാമിക്സിലെ ഒരേ ഒരു പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിന് വർക്ക് പൂജ്യമാണ്. ഐസോകോറിക് പ്രോസസ് അപ്പോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് പി ഡെൽറ്റ വർക്കാണ്. അതായത് വർക്ക് പി ഡെൽറ്റ വർക്ക് 0 ആണ്. അപ്പൊ ഹീറ്റ് മൊത്തത്തിൽ ചേഞ്ച് ഇൻ എനർജി ആവുന്ന പ്രോസസ് ഐസോകോറിക് ആണ്. കൊടുക്കുന്ന
കൊടുക്കുന്ന ഹീറ്റ് അതേപോലെ ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർഷൻ വരുമ്പോൾ ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഹീറ്റ് കൊടുക്കുന്നത് അതേപോലെ കാരണം വർക്കില്ല. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് പറയുമ്പോൾ വോളിയം മാറ്റമില്ല, സീറോ, വർക്കില്ല, കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇന്റേണൽ ആയിട്ട് മാറും. ഇതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് നോക്കാം. അപ്പൊ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്യാസ് പറ്റുമോ വോളിയം കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആയി വരുന്ന ഏതെങ്കിലും ഒരു ഗ്യാസിന് തരണം. വോളിയം കോൺസ്റ്റന്റ് ആയി വരുന്ന ഏതെങ്കിലും ഒരു ഗ്യാസിന് തരണം. കാരണം ഐസോകോറിക് ആണ്. ഐസോകോറിക്കിന്റെ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആയി വരുന്ന ഏതെങ്കിലും ഗ്യാസ് തരണം. അപ്പൊ ഗ്യാസ് definition പ്രകാരം constant volume pressure is directly opposed to T. Then pressure is equal to constant into T. Pressure is directly opposed to T. Pressure is equal to constant into T. P by T is a constant. P by T is a constant. ഇതാണ് ഇക്വേഷൻ സ്റ്റേറ്റ്. പ്രഷർ ബൈ ടെമ്പറേച്ചർ is constant എന്ന് പറയുന്നത് ഐസോകോറിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ സ്റ്റേറ്റ്. അതായത് ഇൻഡിക്കേറ്റഡ് ആയിട്ട് അതായത് ഗ്യാസ് വരയ്ക്കുമ്പോൾ വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ പ്രഷർ വോളിയം ഗ്യാസ് ഇങ്ങനെ വരച്ചാലേ വോളിയം കോൺസ്റ്റന്റ് ആവും. ഇങ്ങനെ വരച്ചാലേ വോളിയം കോൺസ്റ്റന്റ് ആവും. അപ്പൊ പ്രഷർ വോളിയം ഗ്രാഫ് ഇങ്ങനെ അപ്പൊ ഐസോകോറിക്കിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ വി സീറോ ആണ്. ഡെൽറ്റ സീറോ ആയി വർക്ക് സീറോ ആയിട്ടുള്ള ഒരേ ഒരു പ്രോസസ് ആണ്. വർക്ക് സീറോ ആണ്. കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തായിട്ട് മാറും? പ്രകാരം പിന്നെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വരുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് ടെമ്പറേച്ചറുള്ള ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. Specificity in the plastic C. Specificity in the plastic heat divided by number of moles in the chain numbers. Isothermal പ്രോസസ്സിന് വേണ്ടി ഒരു തവണ എഴുതി. ഇതിപ്പോ രണ്ടാമത്തെ തവണ എഴുതി. ഇതിപ്പോ നാല് പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ സ്പെസിഫിക് plastic C equal to heat divided by number of moles in the chain numbers. ഇത് ഏത് പ്രോസസ്സാണ്? ഇത് ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത വോളിയം കോൺസ്റ്റന്റ് ആണ് എന്നാണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ വോളിയം കോൺസ്റ്റന്റ് സി വി എന്നത് പല ആൾക്കാർക്കും ഇപ്പോഴും അറിയാത്ത ഒരു പരിപാടിയാണ് ഈ സി പിയും സി വിയും. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് സി പി സി വി. അപ്പൊ സി വി എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്? കോൺസ്റ്റന്റ് വോള്യത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് അർത്ഥം. കോൺസ്റ്റന്റ് വോള്യത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ? സ്പെസിഫിക് കപ്പാസിറ്റി ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റ്. ഒരു മോൾ സബ്സ്റ്റൻസ്, ഒരു മോൾ പദാർത്ഥം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്നത് വോളിയം കോൺസ്റ്റന്റ് ആണ് എന്നുള്ള അപ്പൊ ആക്ച്വലി സ്പെസിഫിക് കപ്പാസിറ്റിയുടെ അതിന്റെ ഇക്വേഷൻ വരുന്നത് ഹീറ്റ് ബൈ നമ്പർ ഓഫ് ചേഞ്ച് ടെമ്പറേച്ചർ ആണ്. പക്ഷേ ഈ സി ആണെങ്കിൽ ഐസോകോറിക് പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് സി ബി എന്നാണ് എഴുതാം. അപ്പൊ സി ബി ഹീറ്റ് ഡിവൈഡഡ് ബൈ number of moles in the change temperature. Okay, number of change temperature heat equal to NCV delta isomoric processing about the heat equation NCV delta. So heat equal to isomoric processing equal to number of moles specifically the constant volume and NCV delta. ഹീറ്റ് തന്നെയാണ് ഈ സൈഡിൽ ഹീറ്റ് തന്നെയാണ് ചെയ്യുന്നതിന്റെ ആവശ്യം. ഹീറ്റ് തന്നെയാണ് ചെയ്യുന്നതിന്റെ ആവശ്യം. അവർ ഹീറ്റിന് പകരം
നമുക്ക് ചേഞ്ചിങ് ഇന്റർണൽ MCV ഡെൽറ്റ നമുക്ക് സോ ചേഞ്ചിങ് MCV ഡെൽറ്റ അത് ഗംഭീരമായി ചേഞ്ചിങ് ഇന്റർണൽ MCV ഡെൽറ്റ. ഏതാവത് ഡൗട്ട് എടുക്കാം? അതാണ് അതിന്റെ പരിപാടി കേട്ടോ. അപ്പൊ ഐസോകോർ മാറ്റട്ടെ. ഐസോകോർ പറയാം. വോളിയം ഫിക്സ് സ്ട്രെയിൻ നമുക്ക് എന്ത് എഴുതാം? വോളിയം സ്ട്രെയിൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഡെൽറ്റ എഴുതാം. അൺഫോർച്ചുനേറ്റ്ലി ഡെൽറ്റ എത്രയാണ്? ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ 0 ആണ്. അപ്പൊ ഡെൽറ്റ പി പോലുണ്ട്. ഈ ഡെൽറ്റ പി ചേഞ്ചിങ് വോളിയം 0 ആയതുകൊണ്ട് വരും. സോ ഐസോകോറിക് പ്രോസസ്സിന്റെ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആണ്. ഐസോകോറിക് പ്രോസസ്സിന്റെ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ഐസോകോറിക് പ്രോസസ്സിന് ഇതേപോലെ 8-10 പോയിന്റുകൾ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ് ഐസോകോറിക് പ്രോസസ്. വർക്ക് 0, ഡെൽറ്റ വി 0. കൊടുക്കുന്ന ഹീറ്റിംഗ് ഡെൽറ്റ U അങ്ങനെയുള്ള പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. മക്കളെ സി ആയിട്ട് എടുക്കുക, CV ആയിട്ട് എടുക്കാം. V ഫോർ കോൺസ്റ്റന്റ് വോളിയം. CV ഈക്വൽ ടു CV ആയിട്ടാണ് എടുക്കേണ്ടത് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പൊ ഹീറ്റ് ഈക്വൽ ടു NCV ഡെൽറ്റ T വരും. ഹീറ്റ് ഈക്വൽ ടു NCV ഡെൽറ്റ T. ഹീറ്റ് ചേഞ്ചിന്റെ എനർജി ഡെൽറ്റ U ഈക്വൽ ടു NCV ഡെൽറ്റ T. അത് പഠിക്കണം. അത് പറയാം. അടുത്ത പ്രോസസ് ഐസോബാറിക് പ്രോസസ്. Isobaric process. Our process in which pressure is constant. Pressure constant in the process process in which pressure is constant. Pressure constant in the process of isobaric. Iso same baric pressure. Pressure constant. If pressure constant was delta P hours. Delta P hours. Pressure constant ആണെന്നുള്ള കാര്യം നിങ്ങളെ പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഡെൽറ്റ പി ആണ്. മകളെ നമ്മൾ അതിന്റെ പമ്പിനെ നോക്കുന്നു. വർക്ക് നമ്മൾ പഠിച്ചിട്ട് പി ഡെൽറ്റ ഇല്ല. അപ്പോ പി എന്ന് പറയുന്നത് പ്രശ്നമാണ്. ഡെൽറ്റ ചേഞ്ച് വോളിയം. മകളെ ഈ പ്രോസസ്സിൽ ഈ പ്രോസസ്സിന്റെ ഡെൽറ്റ പി ആണ് തെറ്റിക്കരുത്. അപ്പൊ വർക്കിലെ യാതൊരു കാരണവശാലും ഒരു കാര്യം ചെയ്യാത്തൊരു പ്രോസസ്സാണ് എന്ത് ഐസോബാറിക് പ്രോസസ്. വർക്കിംഗ് പി ഡെൽറ്റ തന്നെയാണ്. മക്കളെ പി എന്ന് പറയുന്നത് പ്രശ്നമാണ്. അത് കോൺസ്റ്റന്റ് ആണ്. നോ പ്രോബ്ലം. പി ഇൻറ്റു ഫൈനൽ മൈനസ് ഇക്വേഷൻ. അപ്പൊ പ്രഷറിന് നമ്മൾ സോറി വർക്കിന് നമ്മൾ അതാണ് എപ്പോഴും തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. വർക്കിംഗ് പി ഡെൽറ്റ. അധികം ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ പോയിന്റ് നമ്മൾ പറഞ്ഞില്ല. പി വി ഈക്വൽ ടു എല്ലാത്തിനും വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് മറ്റേ ഐഡന്റിറ്റി ആസിഡ്. ഈ ഐഡന്റിറ്റി ആസിഡ് ഇക്വേഷൻ നമ്മൾ ചെയ്യാം ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ് ഇൻ ദ ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. ഈ ഐസോബാറിക് പ്രോസസിന്റെ സിനാരിയോ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഓൺ ബോത്ത് സൈഡ്. Depending on the isobaric scenario. അപ്പോ രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പക്ഷേ ഐസോബാറിക്കിന്റെ പ്രോസസ് സിനാരിയോ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐസോബാറിക് പ്രോസസിന്റെ ഡിഫറൻസിയേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രഷറിന്റെ ബിക്കോസ് ദിസ് പ്രോസസ് ഈസ് ഐസോബാറിക്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ നമ്മൾ പുറത്തേക്ക് എടുക്കും. വോളിയത്തിന്റെ മാത്രമേ ഡിഫറൻസിയേഷൻ equal to temperature
വർക്ക് ഈക്വൽ ടു n ഐസോബാറിക് പ്രോസസ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇക്വേഷൻ. ഐസോബാറിക് പ്രോസസ് വർക്ക് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ യൂണിവേഴ്സൽ ഗ്യാസ് ഫംഗ്ഷൻ ഫൈനൽ ടെമ്പറേച്ചർ. സോ ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം ഇനീഷ്യൽ ഫൈനൽ ടെമ്പറേച്ചർ വർക്ക് എടുക്കാൻ പറയാൻ പറ്റും ഐസോബാറിക് പ്രോസസ്സിന് മാത്രം. ആ ഐസോബാറിക് പ്രോസസ്സിന്റെ ഒരു വർക്കാണ് NR∆T. നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ സാധാരണ അങ്ങനെ എന്ത് ചെയ്യാറില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊരു ചോദ്യമായിട്ട് എൻട്രൻസ് എക്സാമിന് വന്നപ്പോഴാണ് ഫൈനൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ ടെമ്പറേച്ചറും മാത്രം വന്നിട്ടേ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ഞെട്ടും, അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ കുറേ ഞെട്ടിപ്പോയതാ. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് അത് ഐസോബാറിക് മാത്രം. പ്രഷർ കോൺസ്റ്റന്റ് പഠിക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ഗ്രാഫ് അപ്പൊ ആ പി വി ഗ്രാഫ് അപ്പോ ഐസോബാറിക് എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ΔP0. വർക്കിന്റെ ഇക്വേഷനിൽ ΔP അല്ല, വെറും പി ആണ്. അതുകൊണ്ട് വർക്കിന് യാതൊരുവിധ മാറ്റം വരുത്താത്ത പ്രോസസ് P∆V as is it is എന്ന് പറയുന്ന പോലെ വർക്കിന്റെ ഇക്വേഷനിൽ യാതൊരു മാറ്റം വരുത്താത്ത പ്രോസസ് ആണ് ഐസോബാറിക് പ്രോസസ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മുടെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഗ്യാസിന്റെ പറഞ്ഞു. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയ ഗ്യാസിന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടും ചാർജിലാണ് ഓപ്ഷൻ പ്രഷർ വോളിയം ഓഫ് ഗ്യാസ് ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾ മറ്റേ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്ക് ഗ്യാസിന് പറ്റിയാണ് പ്രഷർ കോൺസ്റ്റന്റ് പറഞ്ഞു. പ്രഷർ ഗ്യാസ് നോക്കുമ്പോൾ സോ വോളിയം ടെമ്പറേച്ചർ അതിന്റെ ഗ്രാഫ് ഇന്ത്യയുടെ ഗ്രാഫിലൊക്കെ വരയ്ക്കാം. വോളിയം ടെമ്പറേച്ചർ സ്ട്രീറ്റ് ലൈൻ. ഇനി മൂന്നാമത്തെ സ്ട്രെസ് ഈക്വൽ ടു ഐസോബാറിക് പ്രോസസ് സീറോ. ഇനിയാണ് എല്ലാവരും മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. ഈ പ്രോസസ് ഐസോബാറിക് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രഷറിന്റെ CP അവിടെ. അപ്പൊ ഇതാണ് CPയും CVയും മോസ്റ്റ് കൺഫ്യൂസിംഗ് ആണ്. CP ആൻഡ് CV. CV കോൺസ്റ്റന്റ് വോളിയം, CP കോൺസ്റ്റന്റ് പ്രഷർ. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ അത് ഐസോബാറിക്കിന്റെ സന്ദർഭത്തിൽ പറയുമ്പോൾ ഐസോബാറിക്കിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ CP കോൺസ്റ്റന്റ് പ്രഷർ. CP number of moles change temperature. അതിന്റെ number of moles change temperature എന്ന് പറഞ്ഞാൽ number of moles CP ΔT ചെയ്യണം. അപ്പൊ ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് CP LCP ΔT എന്ന് ചെയ്യാം. ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് ടെമ്പറേച്ചർ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഐസോബാറിക് LCB ΔT. അപ്പോ ഐസോബാറിക് LCB ഐസോബാറിക്കിൽ LCP ΔT. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്ക് പറയട്ടെ? ആർക്ക് പറയട്ടെ?
ഈ ഐസോബാറിക് ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് ഓഫ് ഐസോബാറിക് ഫസ്റ്റ് ഓഫ് മകളെ ഫസ്റ്റ് ഓഫ് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം പൂജ്യമായി പോകുന്നു മക്കളെ വർക്ക് പൂജ്യമാണോ അല്ല വർക്ക് തെറ്റാലും മാറുന്നുണ്ടാവും ഇല്ല തെറ്റാലും ഇല്ല ആ അങ്ങനെ മല ചെയ്യുന്നത് അതില്ല അപ്പോ ഫസ്റ്റ് ഓഫ് അതേപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാതെ വരുന്ന കോസ്റ്റ് സൈസുമാണ് ഇതിന് വർക്ക് പൂജ്യമല്ല അപ്പൊ നമുക്ക് വർക്ക് പൂജ്യം വർക്ക് പൂജ്യം വരുന്ന ഐസോകോറിക്കലാണ് ഐസോകോറിക്കൽ വർക്ക് പൂജ്യമായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ പൂജ്യം എഴുതി കഴിഞ്ഞാൽ വേറെ ഇക്വേഷൻ കിട്ടിയാനെ വേറെ ഒരു മാറ്റം വന്നേനെ ഐസോ തെർമലിൽ ഡെൽറ്റ യു 0 ആയിരുന്നു അപ്പൊ ഡെൽറ്റ യു നമ്മൾ ഐസോ തെർമലിൽ 0 എഴുതി അപ്പൊ അവിടെ വേറെ മാറ്റം വന്നു ഐസോ ബാറിക്കിൽ മാത്രം ഇതിൽ ഒരു ടേമിനെ പോലും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല ഒരു കാര്യം ഫസ്റ്റ് എന്താൻ പറ്റുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ് ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് ഇക്വേഷൻ NCP delta ശരിയാണെങ്കിൽ മകളെ NCP delta because the process is isochloric ഞാൻ വീണ്ടും പറയുന്നു സോറി ഐസോബാറിക് പ്രോസസ് ആണ് അപ്പൊ ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് ഇക്വേഷൻ NCP delta ആണ് ഐസോബാറിക്കിലെ ഹീറ്റ് ഇക്വേഷൻ ഈക്വൽ ഐസോകോറിക് പ്രോസസ്സിൽ ഐസോകോറിക് തൊട്ട് മുമ്പിൽ എടുത്ത ഐസോകോറിക് പ്രോസസ്സില് ഡെൽറ്റ ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ യു ഈക്വൽ ടു NCP ഡെൽറ്റ അപ്പൊ ഞാൻ ഡെൽറ്റ യു NCP ഡെൽറ്റ ഇനി ഇപ്പോ ഈ ഐസോകോറിക് പ്രോസസ്സിൽ പി ഡെൽറ്റ വർക്ക് അവിടെ വർക്കിടത്തിൽ നമ്മളിങ്ങനെ ഇത് നോക്കട്ടാ വർക്കിടത്തിൽ അപ്പൊ ഞാൻ പറയുന്നത് വീണ്ടും വന്നു ഫസ്റ്റ് ഐസോ Boric process നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് വർക്കിട ഐസോബാറിക് പ്രോസസ് പ്രൊഡ്യൂസറാണ് അങ്ങനെ CP CV plus CP equal CV plus CP minus CP equal എന്നുള്ള മേസ് ഫോർമുല നമുക്കാണ് ഉണ്ടാക്കിയത് CP minus CV equal to അപ്പോ constant pressure CP minus constant volume CV equal to universal gas constant R. സംശയമുണ്ടോ? ഡൗട്ടുണ്ടോ? പറയടാ, ഡൗട്ടുണ്ടോ? അടുത്ത് പറട്ടെ. ഐസോകോറിക്ക എന്തൊരു ഐസോകോറിക്ക് എല്ലാം പറയണം. ഐസോകോറിക്ക് ഐസോകോറിക്ക് എല്ലാം പറയണം. ആവശ്യമില്ല. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, കോറിക്ക് എന്ന് പറയുമ്പോൾ വോള്യം. അപ്പൊ ഐസോ കോറിക്ക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വോള്യം. വോള്യം കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സാണ് ഐസോകോറിക്ക്. ഐസോ കോൺസ്റ്റന്റ്, കോറ് എന്ന് പറഞ്ഞാൽ വോള്യം എന്നർത്ഥം. അപ്പൊ ഐസോ കോറിക്ക് എന്ന് പറയുമ്പോൾ വോള്യം കോൺസ്റ്റന്റ്. വോള്യം കോൺസ്റ്റന്റ് വരുമ്പോൾ ഡെൽറ്റ വി എത്രയായിരിക്കും? വോള്യം കോൺസ്റ്റന്റ് വരുമ്പോൾ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോള്യം എത്രയായിരിക്കും? ചേഞ്ച് ഇൻ വോള്യം 0 ആയിരിക്കും. അപ്പോ ഡെൽറ്റ വി ഈക്വൽ ടു 0.
കേട്ടോ. ഡെൽറ്റ വി ഈക്വൽ ടു 0. അപ്പൊ വർക്ക് എത്രയായിരിക്കും മക്കളെ? വർക്ക് 0. വർക്ക് ഡൺ ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് കൊടുക്കുമ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ യു. ആ പി ഡെൽറ്റ ഇവിടെ വർക്ക്, അപ്പൊ അത് പോയി. അങ്ങനെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു അങ്ങനെ വരും. അതാണ് ഐസോബോറിക് പ്രോസസ്. കുഴപ്പമില്ലല്ലോ. ആ അടുത്തത് അഡയബാറ്റിക് പ്രോസസ്. പ്രോസസ്സുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവരാണ്. പ്രോസസ്സുകളിലെ ഒരു ബുദ്ധിമുട്ടുള്ള ഐറ്റം ഇവരാണ് അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് there is no heat transfer. Process in which there is no heat transfer. Heat transfer ഇല്ലാത്ത പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ഡെൽറ്റ ക്യൂ മക്കളെ ഹീറ്റ് ആണ് ഇല്ലാത്ത ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. ഹീറ്റ് ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാത്ത പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്. കിട്ടിയ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്, ആ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, അതാണ് അഡയബാറ്റിക് പ്രോസസ്. അതിന്റെ ഹീറ്റ് എത്രയായിരിക്കും? 0. ഈ ഹീറ്റ് ട്രാൻസ്ഫർ തന്നെ ഇൻസുലേറ്റഡ് മറ്റേ വോള്, അതായത് ഫ്ലാസ്കിനുള്ളിലാണ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻസുലേറ്റഡ് കണ്ടക്ടർ, ഇൻസുലേറ്റഡ് വെസൽ. ഇൻസുലേറ്റഡ് വെസലിനുള്ളിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. കാരണം ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻസുലേറ്റഡ് വെസൽ. ഹീറ്റ് ഇല്ല മകളെ. ഹീറ്റ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ചെയ്യാം. ഒരാളെ ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ യു ആണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ യു. അതിന് ഡെൽറ്റ യു ആണ് ഹീറ്റ്. ഡെൽറ്റ യു ആണ് ഹീറ്റ് ആണ്. ഹീറ്റ് ഡെൽറ്റ യു 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ആണ്. അപ്പൊ മകളെ ഇതിലേക്ക് കഴിഞ്ഞാൽ ടി ഡെൽറ്റ വി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അതായത് വർക്ക് ഡൺ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ആണ് നടക്കുന്നത്. അഡയബാറ്റിക് പ്രോസസിന്റെ ഫസ്റ്റ് ലോ. ഫസ്റ്റ് അഡയബാറ്റിക് പ്രോസസ് വർക്ക് ഡൺ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഇതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഇതിനെ വീണ്ടും. അപ്പോ അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കുറച്ച് പ്രശ്നക്കാരനാണ്. അതാണ് മെയിൻ സാധനം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓർമ്മിച്ച് വെക്കാനും പഠിക്കുക എന്നതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നോക്കൂ, പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇത് ഐസോതെർമൽ ആണ്. ഞാനത് ഐസോതെർമൽ ആണ് ആദ്യം. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഐസോതെർമൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. മക്കളെ കോൺസ്റ്റന്റ് വോൾട്ടിന്റെ മുകളിൽ ഗാമ ഇട്ട് പി ഡി ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് അഡയബാറ്റിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ അഡയബാറ്റിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഗംഭീരമായിട്ട് സാധനം. അഡയബാറ്റിക് ഇക്വേഷൻ എങ്ങനെ പറയാം? പി ഡി ഈക്വൽ ടു കോൺസ്റ്റന്റ് അതിന്റെ മുകളിൽ ഗാമ. അപ്പൊ ഈ ഗാമ സി പി ബൈ സി constant pressure by constant pressure constant by Cp by Cv. So gamma equal to Cq by Cv. Gamma ഒക്കെ പഠിപ്പിച്ചാ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. Pv equal to Pv raised to gamma equal to first equation of Pv raised to gamma equal to ആ ടി വി ടെമ്പറേച്ചർ പോലെയാണ്. ടെമ്പറേച്ചർ പോയി ഇതാണ് ടെമ്പറേച്ചർ അതാണ് ഐസോതെർമൽ പ്രോസസ്സിലെ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം.
അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. പഠിക്കുക, മനസ്സിലാക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അത് ഫ്ലാസ്കിന്റെ ഉള്ളിലാണ് നടക്കുന്നുണ്ടാവുക, ഇൻസുലേറ്റഡ് വെസലിന്റെ ഉള്ളിലാണ് നടക്കുന്നുണ്ടാവുക. 3, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ സീറോ. ഡെൽറ്റ ക്യൂ സീറോ ആണെങ്കിൽ മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് അപ്പൊ 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ബാക്കി ഈക്വൽ ടു മൈനസ് ഓഫ് ആവശ്യം. ഇനി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിലാണ് ഇതിന്റെ മെയിൻ പ്രശ്നം കിടക്കുന്നത്. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഐസോതെർമലിന്റെ അങ്ങനെയാണ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഐസോതെർമലിന്റെ ആ വിയുടെ മുകളിൽ ഒരു ഗാമ ഇട്ട് കഴിഞ്ഞാൽ അത് അഡയാബാറ്റിക്. ഇപ്പൊ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് അഡയാബാറ്റിക് കോൺസ്റ്റന്റ്. പി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ് അത് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അഡയാബാറ്റിക്കിന്റെ. ടി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഡി എന്ന് പറയുമ്പോൾ വോളിയം, ഗാമ എന്ന് പറയുമ്പോൾ സി പി ബൈ സി വി ആണ്. ഗാമ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോ? കിട്ടിയാ? കിട്ടിയോ? കിട്ടിയാ? ആരൂടെ പറയടാ. അപ്പൊ എന്താ അഡയാബാറ്റിക് പ്രോസസ്? അഡയാബാറ്റിക് പ്രോസസ് എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത അഡയാബാറ്റിക് പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സാണ് അഡയാബാറ്റിക്. ഹീറ്റ് സിസ്റ്റത്തിന് പുറത്തേക്ക് വിലക്കിയിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മക്കളെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഇൻസുലേറ്റഡ് വെസലിനുള്ളിലാണ് നടക്കുക. കാരണം ഹീറ്റിന് പുറത്തേക്കോ കഴിക്കാൻ പോകാൻ പാടില്ല. അപ്പൊ ഇൻസുലേറ്റഡ് വെസലിനുള്ളിലാണ് നടക്കാൻ പാടില്ല. ഹീറ്റ് ആണ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ. ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ബി ഡെൽറ്റ ആണ്. അതിൽ ഡെൽറ്റ ക്യൂ ഹീറ്റ് തന്നെ 0 ആണ്. അപ്പൊ ഹീറ്റ് 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ബി ഡെൽറ്റ ആണ്. അതില് ഡെൽറ്റ യു മൈനസ് ഈക്വൽ ടു ബി ഡെൽറ്റ. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി. മൈനസ് ഓഫ് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി ആണ് നോക്കുന്നത്. പിന്നെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഇതിൽ പോയിന്റ് ആയിട്ട് വരുന്നത്. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഐസോതെർമലിന്റെ അതിന് മുകളിൽ താപനില അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെയാണ് പഠിക്കുക. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഐസോതെർമലിന്റെ ആണെങ്കിൽ ഒരു മുകളിൽ താപനില അദ്ദേഹത്തിന് കിട്ടും. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ഐസോ അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ സ്റ്റേറ്റ്. ഇനി ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് കൂടി പി റേസ് ടു 1 മൈനസ് ഗാമ പി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. മൂന്നാമത്തെ ഇക്വേഷൻ സ്റ്റേറ്റ് pressure raised to 1 minus gamma, temperature raised to gamma equal to constant. അങ്ങനെ മൂന്ന് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റുകൾ PV raised to gamma equal to constant, PV raised to gamma minus equal to constant, PV raised to 1 minus gamma, PV raised to gamma equal to constant. അങ്ങനെ മൂന്ന് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആക്കുന്നുണ്ട് അഡയാബാറ്റിക് പ്രോസസ്സിനുണ്ട്. കിട്ടിയാ? കിട്ടിയോ?
മകളെ സോറി അപ്പൊ സ്പെസിഫിക് കോസ്റ്റ് ബിക്കോസ് ഹീറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഹീറ്റിൽ ട്രാൻസ്ഫർ ഇല്ല സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അപ്പൊ ഹീറ്റ് ഈക്വൽ ടു എത്രയാണ്? സീറോ. കോസ്റ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ അതില്ല. ബൾക്ക് മോഡസിന്റെ അഡിയബാറ്റിക് പ്രോസസ് മക്കളെ ഞാൻ ഇക്വേഷൻ നോക്കാറുണ്ടല്ലോ, അത് ഡിഫറൻഷ്യലാണ് കുറച്ച് ലെങ്തിയാണ്, സമയം കോസ്റ്റ് ഇല്ല. അഡിയബാറ്റിക് ബൾക്ക് മോഡസ് മക്കളെ ഐസോതെർമലിന്റെ ബൾക്ക് മോഡസ് പി ആയി, ഐസോതെർമലിന്റെ ബൾക്ക് മോഡസ് പ്രഷറായിട്ട്, ഐസോതെർമലിന്റെ ബൾക്ക് മോഡസ് പ്രഷറായിരുന്നു. അപ്പൊ അഡിയബാറ്റിക്കിന്റെ ബൾക്ക് മോഡസ് ഒന്നുമില്ല, ഗാമ ടൈപ്സ് ഓഫ് സ്പീഡ്. അപ്പോ അഡിയബാറ്റിക്കിന്റെ ബൾക്ക് മോഡസ് ഗാമ ടൈപ്സ് ഓഫ് സ്പീഡും ഐസോതെർമൽ പ്രോസസ്സിന്റെ ബൾക്ക് മോഡസ് വെറും തീമാണ്. So you get the ratio. What is the bulk modulus of adiabatic by bulk modulus of isotopic equal to equal power gamma. CD by CD gamma. Hello, put the questions camp in the button. From Sinda. വേറെ വല്ല ചാപ്റ്റർ വേണം? ഇനി വേറെ വല്ല ഫിസിക്സ് വല്ല ചാപ്റ്റർ ആവശ്യമുള്ളവരുണ്ടോ? ഇപ്പൊ തെർമോഡൈനാമിക്സും കഴിഞ്ഞിട്ട് തരും, നമുക്ക് ഒന്ന് വേണമെങ്കിൽ എടുക്കാം. ബാക്കി ഒരു ആവശ്യമില്ലേ അല്ലേ? എന്നിട്ട് ആവശ്യം പറഞ്ഞോ. ഏത് ചാപ്റ്റർ ആവശ്യം? സോളിഡ് ഫ്ലൂയിഡാ. അതില് ഫ്ലൂയിഡ് കുഴപ്പമില്ല, സമയം എടുക്കും, അതാണ് പ്രശ്നം. ഫ്ലൂയിഡ് ഭയങ്കര ലെങ്തിയാണ്. ഈ ഫ്ലൂയിഡിന് അതിന് നീറ്റിനധികം എന്തില്ല, അതിന്റെ ലെങ്തിനെസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്ലൂയിഡ് എന്ന് ചോദിക്കാറില്ല നീറ്റിന്റെ. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് നിന്ന് അധികം ഭീകരമായിട്ടോ അധികം ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലായിട്ടോ ചോദിക്കാറില്ല. അതിന് ലെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോട്ടോ, ഞാൻ തീരെ ചോദിക്കാറില്ല എന്നല്ല പറഞ്ഞേ, ഫ്ലൂയിഡിന്റെ അത്ര ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചോദിക്കാറില്ല. പി വൈക്ക് ഏതാ ചെയ്യണ്ടേ? സെമി കണ്ടക്ടർ എ സി. കൊള്ളാം. പി വൈക്ക് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഒപ്റ്റിക്സ് നല്ല ഒരു സെലക്ഷൻ ആണ് ഒപ്റ്റിക്സ് കേട്ടോ. ഒപ്റ്റിക്സ് നല്ലതാ. അത് റേ ഏതാ? റേ ഓർ വേവ്? വേവ് നല്ലതാണ്, റേയും നല്ലതാണ്. രണ്ടും നല്ലതാണ്. യെസ്, ഒപ്റ്റിക്സ് കുറെ അധികം പഠിക്കാനുണ്ട്. ഒപ്റ്റിക്സ് നമ്മുടെ +2 ലെവലിൽ നിങ്ങൾ പഠിച്ചതും പോരാ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കാം, ഒപ്റ്റിക്സ് പറ്റിയ അടുത്ത ക്ലാസ് എടുക്കാൻ വേണ്ടി നോക്കാം. പക്ഷെ ഒപ്റ്റിക്സ് എടുത്താൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തീരില്ല, അതൊരു സെക്ഷൻ കൊണ്ട് തീരില്ല, അതാണ് പ്രശ്നം. നോക്കട്ടെ, ഒപ്റ്റിക്സ് ഞാനും വര വെച്ചു കൂട്ടാം. ഒപ്റ്റിക്സ് ഒരു നല്ല സജഷനാണ്. വേവ് നോക്കുകയാണെങ്കിൽ തീരും, വേവ് ഒരു സെക്ഷനിൽ തീരും. വേവ് നോക്കുകയാണെങ്കിൽ പ്രശ്നം വരും. അത് നോക്കാം. വർക്ക് തന്നെ അഡിയാബാറ്റിക് പ്രോസസ്. മക്കളെ അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് എല്ലാ വിഭാഗങ്ങൾ നമ്പർ ഓഫ് മോൾസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എല്ലാ വിഭാഗങ്ങൾ ഗാമ -1 ഗാമ വെച്ചിട്ടുള്ള കളിയാണ് നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഗാമ -1 ഇനീഷ്യൽ ടെമ്പറേച്ചർ -5. So work done in adiabatic process. Adiabatic process number of moles universal gas combustion by gamma minus initial temperature minus -1. ഇതാണ് work done in adiabatic process. അപ്പോ adiabatic process കഴിഞ്ഞു. അപ്പൊ 4 പ്രോസസ്സുകൾ കഴിഞ്ഞു. ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഇതാണ്. അപ്പൊ ഈ 4 പ്രോസസ്സുകളുടെയും ഡിവി ഗ്രാഫ് ഒറ്റ ലെവലിൽ വരയ്ക്കുകയാണെങ്കിൽ ഡിവി ഗ്രാഫ് വരയ്ക്കാം. ഇത് ഐസോകോറിക്.
ഇത് കോൺസ്റ്റന്റ് മൂല്യം. ഇത് ഇത് ഇങ്ങനെ രണ്ട് ഗ്രാഫുകൾ കേട്ടോ. ഇത് രണ്ട് ഗ്രാഫുകൾ. ഇത് ഐസോ സ്റ്റീപ്നെസ് ഉള്ള ഏറ്റവും അപ്പൊ ഐസോട്രോമിന്റെ ഘടകത്തിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ആയിട്ട് സെയിമാണ്. പക്ഷെ സ്റ്റീപ്നെസ് സ്ലോപ്പ് കൂടുതൽ സ്റ്റീപ്നെസ് കൂടുതൽ. ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് മാക്സിമം വർക്ക് വരുന്ന പ്ലസ് പറയാൻ പറ്റില്ല. മാക്സിമം വർക്ക് വരുന്ന പ്ലസ് പറയാൻ പറ്റില്ല. അഡയാബാറ്റിക് പ്രോസസ് ആണ് ഈ ഉള്ള പ്രശ്നങ്ങളിൽ മാക്സിമം വർക്ക് ഇൻ തെർമോഡൈനാമിക് പ്രോസസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചു കാണാറില്ല. അപ്പൊ വലിയ ന്യൂമറിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. ഈ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോ സീറോ വർക്ക് വരുന്ന പ്രോസസ് റൈസും അത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഹീറ്റ് ഈക്വൽ ടു വർക്കിന് വരുന്ന പ്രോസസ് ഏതാണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രോബ്ലം ഇല്ലാന്നല്ല, പക്ഷെ പ്രോബ്ലം അങ്ങനെ ഭീകരമായിട്ട്. അപ്പോ മാക്സിമം വർക്ക് വരുന്ന പ്രോസസ് അറിയാൻ സംശയം ഉണ്ടാവും. ഡൗട്ട് ഉണ്ടാവും. കിട്ടിയ അടുത്ത് പറയട്ടെ. അടുത്തത് സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് മകളെ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അത് തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്താം. സൈക്കിൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണമല്ല. വാട്ടർ സൈക്കിൾ, കാർബൺ സൈക്കിൾ, മറ്റേ സൈക്കിൾ എന്ന് കേൾക്കുന്നുണ്ടാവും. അതന്നെ സാധനം. സൈക്കിൾ എന്ന് പറയുമ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്താം. അപ്പൊ സിസ്റ്റം സിസ്റ്റം അത് അതാണ് സൈക്ലിക് പ്രോസസ്. അപ്പൊ ഈ സൈക്ലിക് പ്രോസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തും. അപ്പോ ഇന്റർണൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് ഉണ്ടാവും സ്റ്റേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു. അപ്പൊ ഇന്റർണൽ സീറോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മളെ ഈ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്താൻ നമുക്കൊരു ക്ലോസ്ഡ് ഫിഗറിലാണ്. ഒരു ക്ലോസ്ഡ് ഫിഗർ, അത് ട്രയാങ്കിൾ ആവാം, റെക്ടാങ്കിൾ ആവാം, സർക്കിൾ ആവാം, എന്തായാലും ഒരു ക്ലോസ്ഡ് ഷേപ്പിലേക്കാണ് ഈ പി ബി ഗ്രാഫ് വന്ന് അവസാനിക്കുക. ഈ പി ബി ഗ്രാഫിന് ഒരു ക്ലോസ്ഡ് ഷേപ്പ് ഉണ്ടാവും. ആ ക്ലോസ്ഡ് ഷേപ്പ് ഏരിയ ഓഫ് ദ ലൂപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏരിയ ഓഫ് ദ ലൂപ്പ്. ഈ ലൂപ്പിന്റെ അതാണ് പ്രോസസ്സിന്റെ ലൂപ്പിന്റെ അപ്പോ സൈക്ലിക് പ്രോസസ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിച്ചത്. അപ്പോ സൈക്ലിക് പ്രോസസ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഞാനിത് എക്സാമ്പിൾ വെച്ചാൽ രണ്ട് എക്സാമ്പിൾസ്. നമുക്കൊരു ട്രയാങ്കിൾ അപ്പൊ ഈ ലെവലിൽ 0 ആണ്. ഈ ലെവലിൽ 3p0 ആണ്. ഇത് 3p0 ആണ്. ഇത് 2p0 ആണ്. അത് വർക്ക് ചോദിച്ചു. ക്ലോക്ക് വൈസ് വർക്ക് അപ്പൊ So what is the base? Base
B0 വരെയാണ് ബേസ് ഇരിക്കുന്നത്. സോ 2B0 ആണ് ബേസ് ഉള്ളത്. ബേസ് 2B0 ആണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ P0 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 ഹൈറ്റ്. അപ്പൊ ഇത് വേണ്ടിയുള്ള ഞാൻ ഈക്വൽ ടു P0 P0 P0. പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ആരോ മാർക്കുള്ളവരുണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പ്ലസ് ആയി. അപ്പൊ പ്ലസ് P0 P0 എന്ന് വരും. ക്ലോക്ക് വൈസ് ആരോ മാർക്കുള്ളവരുണ്ട്. അപ്പൊ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസ് ആണ് വരിക, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസ് ആണ് വരിക. ഏരിയ ഓഫ് ദ ലൂപ്പ് കണ്ടുപിടിച്ചു കൊടുക്കുക. അതിപ്പോ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിള്, അതേപോലെ സർക്കിൾ ആണെങ്കിൽ സർക്കിള്, അതുപോലെ റെക്ടാങ്കിൾ ആണെങ്കിൽ റെക്ടാങ്കിൾ. ഇപ്പൊ ഇതില് സർക്കിളിന്റെ പ്രഷർ പോളിഗ്രാഫ് സൈക്ലിക് പ്രോസസ് സർക്കിളാണ്. അങ്ങനെ സർക്കിളിന്റെ ഈ അറ്റം വരുന്നത് B0 ആണ്, ഈ അറ്റം വരുന്നത് 2B0 ആണ്, ഇത് വരുന്നത് P0 ആണ്, ഇത് വരുന്നത് 2P0 ആണ്. അപ്പൊ ഇവിടെ സർക്കിൾ തന്നിരിക്കും. അപ്പോ വർക്ക് ചോദിച്ചു നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഈ സർക്കിളിന്റെ ഡയറക്ഷൻ, സിസ്റ്റത്തിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ വർക്ക് ചോദിച്ചു. വർക്ക് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ സർക്കിൾ കാണും. ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് സർക്കിൾ. ഈ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ, പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദ സർക്കിൾ ആയിട്ട് നമുക്ക് പറയുന്നത്. ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അങ്ങനെ റേഡിയസ് നോക്കുമ്പോൾ ഈ V0 മുതൽ 2V0 വരെ അതൊക്കെ ഡയഗ്രമാണ്. V0 മുതൽ 2V0 വരെ ദൂരമുണ്ടല്ലോ, ഈ ദൂരം എന്ന് പറഞ്ഞ സർക്കിൾ ഡയഗ്രമാണ്. അപ്പോ ഡയഗ്രേറ്റ് വരുന്നത് V0 അതിന്റെ പൈ 2 ആണ് എന്ത് റേഡിയസ് വരിക. തെറ്റിക്കരുത്, നിങ്ങൾ തെറ്റിക്കും, അതാണ് പ്രശ്നം. അപ്പോ പൈ ഹാഫ് സ്ക്വയർ വേണ്ടത്. പൈ ഇട്ടു അങ്ങനെ റേഡിയസ് പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഡയഗ്രേറ്റ് V0 വരെ അത് V0 ഡയഗ്രേറ്റ് അതിന്റെ പകുതി. അപ്പൊ ഒരു റേഡിയസ് കിട്ടി. മക്കളെ അടുത്ത റേഡിയസിന്റെ പ്രശ്നത്തെ നിങ്ങൾ വോളിയത്തിന്റെ റേഡിയസ് ആക്സിഡന്റ് വോളിയത്തിന്റെ മാത്രം റേഡിയസ് V0/2 ആക്സിഡന്റ്. കാരണം എപ്പോഴും വർക്കില് പ്രഷർ വോളിയം കോംബോ വേണം. വർക്കിന്റെ ഇക്വേഷൻ തന്നെ P ഡെൽറ്റ V എന്നാണ്. P ഇൻറ്റു വോളിയം, P ഡെൽറ്റ V ഇൻറ്റു PdV, എല്ലാത്തിനും PV കോംബോ വേണം. അപ്പൊ നിങ്ങൾ റേഡിയസ് പ്രഷർ കൊടുക്കണം. നമ്മുടെ മെഷീന്റെ കേസിൽ അതിന്റെ ഭയം. അപ്പൊ വർക്കയുടെ ഈക്വൽ ടു പൈ ഒരു റേഡിയസ് വോളിയത്തിന്റെ അടുത്ത റേഡിയസ് പ്രഷറിന്റെ P0. പിന്നെ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു മൈനസ്. അപ്പോ വർക്കുകളുടെ സൈക്ലിക് പ്രോസസ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഏരിയ ഓഫ് ദ ഗ്രൂപ്പ് ചെയ്താൽ മതി. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡൗട്ടുണ്ടോ? കിട്ടിയാ? ഓക്കെ, അടുത്തത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയും. ഹീറ്റ് എഞ്ചിൻ is a mechanical device which converts heat into work. ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പൊ നമ്മള് ഹീറ്റ് കൊടുക്കാം, അങ്ങനെ അങ്ങനെ അത് വർക്കാക്കി മാറ്റും. അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഉണ്ടാകും. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിന്റെ ഹീറ്റ്, ആവശ്യമുള്ള ഹീറ്റിനെ ഡെലിവറി ചെയ്യേണ്ട രൂപത്തിലാണ് സോഴ്സ് ഡെലിവറി. സോഴ്സ് ഹീറ്റ് ഡെലിവറി. അപ്പൊ സോഴ്സ് ഹീറ്റിനെ ഡെലിവറി ചെയ്യുന്നു. ക്യൂ ആണ് സോഴ്സ് കൊടുക്കുന്ന ഹീറ്റ്. ആ സോഴ്സ് ഹീറ്റ് കൊടുക്കുന്നത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയും. വർക്കിംഗ് സബ്സ്റ്റൻസിനൊക്കെയാണ് സോഴ്സ്. അപ്പൊ സോഴ്സിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഹീറ്റ് ക്യൂ ആണ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ആ ഹീറ്റിനെ എന്താക്കി മാറ്റപ്പെടും, വർക്കാക്കി മാറ്റി നമുക്ക് തരുന്നത്.
So working substance doing the transformation of heat into work. അപ്പോൾ ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന 100% എഫിഷ്യൻസി ഉള്ള ഒരു സിസ്റ്റം ഇല്ല. അതായത് കിട്ടുന്ന ഹീറ്റ് മൊത്തം വർക്കായി മാറുന്നു. കിട്ടുന്ന ഹീറ്റ് മൊത്തം വർക്കായി മാറില്ല, ബാക്കി കുറച്ച് ഹീറ്റ് ബാക്കി ഉണ്ടാകും. അത് നമുക്ക് Q2 വിളിക്കാം. കിട്ടുന്ന ഹീറ്റ് Q1 വിളിച്ചോളാം. Q1 ബാക്കി ഉണ്ടാവും. സിസ്റ്റം ആ ബാക്കിയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് തീർക്കാനുള്ള ഭാഗമാണ് മാത്രമേ സിങ്ക് എന്ന് പറയും. അപ്പൊ സിങ്ക് ബാക്കി വരുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ളതാണ്. അപ്പോ ഹീറ്റിന്റെ ഡെലിവറേഷൻ ഭാഗം സോഴ്സ് Q1 ഹീറ്റിനെ ഡെലിവറി ചെയ്യും. ആ Q1 ഹീറ്റിന് വെച്ച് ബാക്കി വരുന്ന Q2 ഹീറ്റ് അവിടേക്ക് പോകുന്നു, സിങ്കിലേക്ക് പോകും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കാണ്. സോഴ്സ് ഒരു 1000 ഹീറ്റ് ഡെലിവറി, സോഴ്സിന് 1000 ഹീറ്റ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആണെങ്കിൽ 400 വർക്കാണ് ചെയ്തിട്ട് 400 വർക്ക് ചെയ്യും. ബാക്കി എത്ര ഉണ്ടാവുന്നത്? 1000 ഹീറ്റ് സോഴ്സ് കൊടുക്കുന്നുണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് 400 വർക്കായിട്ട് മാറ്റണമെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും ഒന്ന് പറയും. 1000 400 ബാക്കി എത്ര ഉണ്ടാവും? അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. യെസ്, 600 ഉണ്ടാവും അല്ലേ? അല്ലേ? ഈ അപ്പൊ ഇതാണ് ഒരു വർക്കിംഗ് പരിപാടി. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ കിട്ടിയ വർക്ക് വർക്ക് ഈക്വൽ ടു വർക്ക് 400 വർക്ക് എങ്ങനെയാണ് ഈ സോഴ്സ് കൊടുക്കുന്ന ഹീറ്റും സിഗ്നിഫിക്കന്റ് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്ക് ഈക്വൽ ടു സോഴ്സ് കൊടുക്കുന്ന ഹീറ്റ് Q1 തന്നെയാണ്. Q1 മൈനസ് സിഗ്നിഫിക്കന്റ് ഹീറ്റ് Q1. സോ വർക്ക് ഈക്വൽ ടു Q1 മൈനസ് സംശയത വർക്ക് ഈക്വൽ ടു Q1 മൈനസ് Q2. അപ്പോ എത്ര വർക്കിന് ഹീറ്റ് ഡെലിവറി ചെയ്യാം? ഹീറ്റിന്റെ ഡെലിവറി നമുക്ക് ഈ സോഴ്സ് കൊടുക്കുന്ന ഹീറ്റ് സിങ്കിലേക്ക് വരുന്ന ഹീറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് ഈക്വൽ Q1 മൈനസ് Q2. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് മാത്രമേ എപ്പോഴും ശ്രദ്ധിക്കുക. ഏത് സാധനത്തിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഒരു ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാവും. നമുക്ക് കിട്ടുന്ന വർക്കാണ് ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ച് ഔട്ട്പുട്ട്. ഹീറ്റ് എഞ്ചിൻ നമുക്ക് എന്താണ് ഔട്ട്പുട്ട്? വർക്കാണ് ഔട്ട്പുട്ട്. അപ്പൊ ഔട്ട്പുട്ട് പറയുന്ന വർക്കാം. അപ്പൊ ഈ ഇൻപുട്ട് സോഴ്സ് കൊടുക്കുന്ന ഹീറ്റാണ് ഇൻപുട്ട്, അതായത് Q1. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഹീറ്റ് എഞ്ചിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിനകത്ത് വരുന്ന വർക്കാണ്. ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് ആ സോഴ്സ് കൊടുക്കുന്ന ഹീറ്റാണ്. അത് എഫിഷ്യൻസി കൊടുക്കും. Q1 മൈനസ് അവർ Q1 മൈനസ് Q2 by Q. ഈ Q1 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. Q1 by Q1 1 minus Q2 by Q1. അപ്പൊ എഫിഷ്യൻസി ഈക്വൽ ടു 1 minus Q2 by Q1 കിട്ടും. എഫിഷ്യൻസി ഈക്വൽ ടു 1 minus Q2 by Q1. മക്കളെ ഈ 1 minus Q2 by Q1 തന്നെയാണ് 1 minus T2 minus Q. T2 minus Q. അതായത് ഹീറ്റിനുള്ള റേഷ്യോ തന്നെയാണ് ടെമ്പറേച്ചർ റേഷ്യോ. അത് മനസ്സിലാക്കാം. ഹീറ്റിനുള്ള റേഷ്യോ തന്നെയാണ് ടെമ്പറേച്ചർ റേഷ്യോയായിട്ട് നമുക്ക് പാലിക്കുന്നത്. അപ്പൊ ഹീറ്റിന്റെ റേഷ്യോ തന്നെയാണ് ഏതിന്റെ റേഷ്യോ? ടെമ്പറേച്ചർ റേഷ്യോ. സോ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് 1 minus T2 by T1. അതായത് T2 എന്ന് പറയുന്നത് 1 minus ടെമ്പറേച്ചർ ഓഫ് T2 ആണ്. സിംഗിലേക്കാണ്. അപ്പൊ Q2 തന്നെ പകരമാണ് T2 അവിടെ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്. അപ്പൊ എഫിഷ്യൻസി ഈക്വൽ ടു 1 minus temperature of single minus temperature, sorry, binary temperature of source. ഇതാണ് എഫിഷ്യൻസി. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട് വീട്ടില്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. സിങ്കിന്റെയും സോഴ്സിന്റെയും ടെമ്പറേച്ചർ എന്നിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഓക്കെ, ഇതാണ് ഹീറ്റ് എഞ്ചിൻ. ഡൗട്ട് ഉണ്ടോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കിട്ടിയ കിട്ടിയ ആ അപ്പോ efficiency of heat engine. Efficiency of heat engine equal to 1 minus temperature of cylinder by temperature of source. 1 minus temperature of cylinder by temperature of source. ഒരു നമ്മുടെ ആദ്യം ചോദിച്ചത് ഈ ഫ്രീസിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്. What is the efficiency of heat engine working between the freezing point of water and boiling point of water? Efficiency equal to 1 minus T single by T source എന്നാണ്. അപ്പൊ efficiency equal to 1 minus T single. മക്കളെ freezing point. Freezing point എന്ന് പറയുമ്പോൾ 0 degree. 0 degree ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാ കേൾവിയാണ് ശരിയാ. അപ്പൊ freezing point എന്ന് പറയുമ്പോൾ 0 degree ആണ്. അത് കേൾവി വാട്ടർ 273 by boiling point എന്ന് പറയുമ്പോൾ 100 degree എന്നല്ല 3 centimeter. അപ്പൊ ഇതിപ്പോൾ നമ്മൾ കേൾവിയിൽ മാറ്റിയിട്ടാണ് ചെയ്യാൻ. അപ്പൊ സിങ്കിന്റെയും സോഴ്സിന്റെയും ഒക്കെ ടെമ്പറേച്ചർ എന്ത് തരും? ഡിഗ്രിയിൽ തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാൻ അതിനെന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റാം. അപ്പൊ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി പറയുമ്പോൾ 273 373 വേണം ചെയ്യാൻ. തെറ്റിക്കോ? അത് മനസ്സിലാക്കി ടെമ്പറേച്ചർ എടുക്കേണ്ടത് ടെമ്പറേച്ചർ എടുക്കേണ്ടത് കേൾക്കില്ല. സംശയം ഉണ്ടാകും. ഡൗട്ട് ഉണ്ടോ? ആയിക്കട്ടെ. അടുത്തത് റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്റർ സിമ്പിൾ ആണ്. റെഫ്രിജറേറ്റർ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് റെഫ്രിജറേറ്റർ. സോ റെഫ്രിജറേറ്റർ എത്രയുള്ളൂ? നമ്മൾ ആദ്യമേ ഹീറ്റ് എഞ്ചിൻ വരയ്ക്കണ്ടേ. ഇതാണ് നമ്മുടെ സോഴ്സ്. ഓക്കെ, സോഴ്സ്. സോഴ്സിൽ നിന്ന് ട്യൂബൺ ഹീറ്റ് ഡെലിവറി അതിലേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ഡെലിവറി. വർക്കിംഗ് സബ്സ്റ്റൻസ് ആ ട്യൂബൺ ഹീറ്റ് ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റുന്നു? വർക്കിംഗ് സബ്സ്റ്റൻസ് ആ ട്യൂബൺ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ എന്താക്കി മാറ്റുന്നു? അതിന് വർക്കാക്കി മാറ്റുന്നു. സോ വർക്കിംഗ് സബ്സ്റ്റൻസ് അതിനെ വർക്കാക്കി പുറത്തുകളയുന്നു. അത് മാറ്റുന്നു. ബാക്കി വരുന്ന ഹീറ്റ് Q2 വലിച്ചിട്ടുള്ള ഭാഗമാണ് സിങ്ക്. ഇതാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിന്റെ ഡയഗ്രാം. ആ ഹീറ്റ് എഞ്ചിന്റെ ഡയഗ്രാം ശ്രദ്ധിക്കാം. സോഴ്സ് ഹീറ്റിനെ കൊടുക്കുന്നതാണ്. സോഴ്സ് ഹീറ്റിനെ Q1 ഹീറ്റിനെ കൊടുക്കുന്നു. സോഴ്സ് ഹീറ്റിനെ കൊടുക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിലേക്കാണ് സോഴ്സിംഗ് ഹീറ്റ് നമ്മൾ. വർക്കിംഗ് സബ്സ്റ്റൻസ് W വർക്കായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള ഇതാണ് ഹീറ്റ് എഞ്ചിൻ. ഇതിന് നേരെ റിവേഴ്സ് ചെയ്യാം. ഇതിന് നേരെ എന്ത് ചെയ്യാ? റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? മറ്റേ റെഫ്രിജറേറ്റർ കിട്ടും. റെഫ്രിജറേറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് എഞ്ചിന് നേരെ എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോ നമ്മുടെ Q2 അതെന്ത് ചെയ്യാം? ഒറ്റ കാര്യം ചെയ്യാം. ആ ഹീറ്റ് അതായത് സിങ്കിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പൊ സിങ്കിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കും. സിങ്കിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. അങ്ങനെ ഈ സിങ്കാണ് നിങ്ങളുടെ റെഫ്രിജറേറ്ററിനുള്ള കോൾഡ് ചെയിൻ. അതായത് സിങ്കിനുള്ള ഭാഗം. അപ്പൊ അതായത് മനസ്സിലാക്കാം, ഈ ഹീറ്റ് എഞ്ചിന്റെ സിങ്കിന്റെ അതേ സ്ഥാനത്താണ് നിങ്ങളുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലുള്ള ഭാഗം, തണുപ്പിക്കുന്ന ഭാഗം, കോൾഡ് ചേംബർ എന്ന് പറയും.
അപ്പൊ കോൾഡ് ചേംബർ തണുക്കാനുള്ള കാരണം കോൾഡ് ചേംബറിൽ നിന്ന് Q2 ഹീറ്റ് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ Q2 ഹീറ്റ് വലിച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് തണുക്കും. അതാണ് കോൾഡ് ചേംബർ. അപ്പൊ ഫ്രിഡ്ജിന്റെ ഉൾഭാഗമാണ്. അപ്പൊ ഫ്രിഡ്ജിന്റെ ഉൾഭാഗത്ത് നിന്ന് എന്താ വലിച്ചെടുക്കണേ? Q2 ഹീറ്റ് ആണ് വലിച്ചെടുക്കുന്നത്. ആ Q2 ഹീറ്റ് വലിച്ചെടുത്ത് ആര് വർക്കിംഗ് ഓൺ സബ്സ്റ്റൻസ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് സിങ്ക് തണുക്കുന്നത്. ഇനി വാക്ക് പുറത്തേക്ക് എല്ലാവരും റെഫ്രിജറേറ്റർ വർക്ക് അങ്ങോട്ട് കൊടുക്കാൻ ചെയ്യണേ. അതായത് അവിടെ കംപ്രസർ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ഫ്രിഡ്ജില് കംപ്രസർ ഒക്കെ ഉണ്ടാവും. AC അതുണ്ട്. അപ്പൊ ഈ കംപ്രസർ വെച്ച് വർക്ക് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക ചെയ്യണേ. ആക്ച്വലി നമുക്ക് ആ വർക്ക് കംപ്രസർ ആണെന്ന് അറിയില്ലെങ്കിലും നമ്മൾ കറണ്ട് കുത്താറുണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി കൊടുക്കാറുണ്ട്. അത് ഇങ്ങനെ വിചാരിച്ചോ. അപ്പൊ എന്തിനാ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണേ? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി അവിടെ എന്തായിട്ട് കയറണം? വർക്കായിട്ട് അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഒരു വർക്ക് എന്നിട്ട് ഈ സിങ്കിൽ നിന്ന് വെച്ചിരിക്കുന്ന ഹിറ്റും സിങ്കിൽ നിന്ന് വെച്ചിട്ടുള്ള ഹിറ്റും പുറത്തുനിന്ന് കിട്ടുന്ന കംപ്രസർ ചെയ്യുന്ന വാക്കും കൂട്ടിച്ചേർത്തിട്ടാണ് ഹീറ്റ് ഹ്യൂമൻ ഹീറ്റ് സോഴ്സിലേക്ക് എത്തുന്നു. മകൻ സോഴ്സ് ആണ് സറൗണ്ടിങ്. അതായത് ഫ്രിഡ്ജിരിക്കുന്ന റൂം, ഫ്രിഡ്ജിന്റെ ബാക്കിൽ കുറച്ച് ഇങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, അത് നിന്ന് ഹീറ്റ് പുറത്തേക്ക് കിട്ടുന്ന റൂമാണ് സോഴ്സ്. അപ്പൊ ഫ്രിഡ്ജിരിക്കുന്ന റൂമാണ് സോഴ്സ്. ഫ്രിഡ്ജിന്റെ ഉൾഭാഗമാണ് സിങ്ക്. വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന സ്ഥലമാണ് കംപ്രസർ. കംപ്രസറാണ് കൊടുക്കുന്നത്. ഇതാണ് റെഫ്രിജറേറ്ററിന്റെ സിമ്പിൾ ആണ്, പരിപാടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് Q2 ആണ്. തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് കൂടെ W എന്നുള്ളൊരു വാക്ക് കൂടി ചേർന്നിട്ടാണ് Q1 ആയിട്ട് ഓപ്ഷൻ. തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് വലിച്ചെടുക്കുന്നു. വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് W ഹീറ്റ് കിട്ടുന്നു. രണ്ടും കൂടി ആയിട്ട് ഹീറ്റ് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് അതായത് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിട്ടുന്ന ഹീറ്റ്, പുറത്തേക്ക് ഹീറ്റ് ഉണ്ടോ? ഫ്രിഡ്ജ് ഇരിക്കുന്ന റൂമിലേക്ക് പുറത്തേക്ക് ഹീറ്റ് വരും. ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ ബാക്കിൽ അവിടെ ഹീറ്റ് ഉണ്ടോ? അപ്പൊ ഫ്രിഡ്ജില് ഫ്രിഡ്ജ് വലിച്ചെടുക്കുന്ന ഹീറ്റിന് പുറമെ കംപ്രസർ ചെയ്യുന്ന കൂട്ടിച്ചേർത്തിട്ടാണ്. അതായത് ഫ്രിഡ്ജ് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന Q2 എന്നുള്ള ഹീറ്റിനേക്കാൾ കൂടുതൽ ഹീറ്റ് ഫ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്? റൂമിലേക്ക് പുറത്തു വിടുന്നുണ്ട്. സോ ഫ്രിഡ്ജ് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റായ Q2-നേക്കാൾ കൂടുതൽ ഹീറ്റ് ഫ്രിഡ്ജ് റൂമിലേക്ക് പുറത്തു വിടുന്നുണ്ട്. അതായത് ഫ്രിഡ്ജ് തണുപ്പിക്കുന്നതിനേക്കാൾ ഗംഭീരമായി ചൂടാക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫ്രിഡ്ജ് തണുപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. തണുപ്പിക്കുന്ന ആ റൂം ഉണ്ടല്ലോ, ഫ്രിഡ്ജിന്റെ ഉൾഭാഗം, അത് ചെറുതും ഫ്രിഡ്ജിരിക്കുന്ന റൂം, അതായത് നമ്മുടെ അടുക്കളയോ എവിടെയെങ്കിലും ആവട്ടെ, റൂം ആയിക്കോട്ടെ, അത് വലുതുമായ കാരണം കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. ഫ്രിഡ്ജ് തണുപ്പിക്കുന്നത് അവന് വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് Q2 ആണെങ്കിൽ, തണുപ്പിക്കുന്നതിന് വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് Q2 ആണെങ്കിൽ പുറത്തു വിടുന്ന ഹീറ്റ് Q1 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസിനുണ്ട്. ഒരു റൂമിന്റെ ഉള്ളിൽ, അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിരിക്കുന്നു. ഒരു അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിരിക്കുന്നു. ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിരിക്കുമ്പോൾ റൂമിന്റെ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തുറക്കുന്നു, അപ്പൊ തണുത്ത കാറ്റ് വീശുന്നു. ഓ വാട്ട് എ കൂളിംഗ് ഇഫക്റ്റ്. അപ്പൊ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തണുപ്പ് കിട്ടുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ആ തണുപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഡോർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ റൂമിൽ അടച്ചിട്ടിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ റൂമിലെ ടെമ്പറേച്ചർ കുറയല്ല ചെയ്യുക, റൂമിലെ ടെമ്പറേച്ചർ കൂടുക ചെയ്യുക. കാരണം ഫ്രിഡ്ജ് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റിനേക്കാൾ കൂടുതൽ ചൂടാക്കി കൊണ്ട് പുറത്തു വിടുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുക ചെയ്യാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇതിൽ നിന്ന് നിങ്ങൾ അടുത്ത മനസ്സിലാക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അത് വെച്ചിട്ട് ചോദിക്കാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. മകളെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് Q2, അതായത് തണുപ്പിക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ഹീറ്റ് Q2 ഡിവൈഡഡ് ബൈ W. Q2 by W ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. കൂടി പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ റെഫ്രിജറേറ്റർ തണുപ്പിക്കാൻ വേണ്ടി കോൾഡ് ചേമ്പറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് ബൈ റെഫ്രിജറേറ്റർ വർക്ക് വേണ്ടി കംപ്രസറിൽ നിന്ന് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് Q2 by W എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയത്. Q2 by W. ഓക്കെ, മകളെ ഇത് ശ്രദ്ധിക്കട്ടെ.
ഈ coefficient of performance equal to Q2 by W. Okay, W തരണം. ഇവിടെ ഈ പ്രശ്നം equation of Q1 equal to Q2 plus W. അപ്പൊ W equal നമുക്ക് എങ്ങനെയാണ് Q1 minus Q2. പറ്റില്ലേ അപ്പൊ ഞാൻ കൂടെ പറയാം coefficient of performance. Coefficient of performance COP equal to coefficient of the heat of Q2 by W. W is the equation of the equation W equal to Q1 minus Q2. അപ്പൊ ആക്ച്വലി ഒരു റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഹീറ്റ് ബൈ റെഫ്രിജറേറ്ററിന്റെ മുമ്പിലേക്ക് പുറത്തുവിടുന്ന ഹീറ്റ് മൈനസ് തണുപ്പിക്കാൻ വേണ്ടി ശരിക്കോ? അപ്പോ coefficient of performance equal coefficient of performance equal to the heat Q2 by Q1 minus Q2. മക്കളെ coefficient of performance equal to coefficient of performance equal to Q2 by Q1. Q2 Q2 by Q1. ഞാൻ പറഞ്ഞു Q2 by Q1 by Q1 by Q1 minus Q2 by Q1. അപ്പൊ coefficient of performance equal to Q2 by Q1 by 1 minus Q2 by Q1. ഇതില് 1 minus Q2 by Q1 1 minus Q2 by Q1 efficiency ആണ്. 1 minus Q2 by Q1 efficiency ആണ് പഠിപ്പിച്ചത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് നോക്കിക്കോ. 1 minus Q2 by Q1 efficiency. 1 minus Q2 by Q1 efficiency. Our coefficient of performance is equal to ideal efficiency. മക്കളെ Q2 by Q1 Q2 by Q1 1 minus efficiency ആണ് Q2 by Q1. അപ്പൊ Q2 by Q1 അപ്പൊ coefficient of performance efficiency നമ്മളുടെ റിലേഷൻ efficiency coefficient of performance equal 1 minus beta by beta. അപ്പൊ coefficient of performance എഫിഷ്യൻസിയും സെയിം അല്ല കേട്ടോ. coefficient of performance എഫിഷ്യൻസി സെയിം അല്ല. അപ്പൊ അത് വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. ഈ coefficient of performance കണ്ടുപിടിക്കാൻ ചോദ്യം ഉണ്ടാവാം, എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ചോദ്യം ഉണ്ടാവാം. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവാം. റെഫ്രിജറേറ്റർ എന്നുള്ള ഭാഗം റെഫ്രിജറേറ്റർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചാൻസ് ഇല്ലാന്ന് അപ്പൊ coefficient of performance is equal to 1 minus efficiency by efficiency. coefficient of performance efficiency ആണ് വിചാരിക്കണം. കുറച്ച് പേരുണ്ടാവും. അതങ്ങനെയല്ല, coefficient of performance വേറെ, എഫിഷ്യൻസി വേറെ. ഈ coefficient of performanceന്റെ യൂണിറ്റ് ആണ് ടണ്ണ്. നിങ്ങൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല കേട്ടോ. ടൺ എന്നൊക്കെ പറയും. ടണ്ണ് കേട്ടിട്ടില്ലേ? നമ്മൾ ഈ AC ഒക്കെ വാങ്ങിക്കുമ്പോൾ ടണ്ണിൽ അറിയാണ്ട് 1.5 ടൺ 2 ടൺ AC എന്നൊക്കെ പറയില്ലേ? അതാണ് ഈ coefficient of performance യൂണിറ്റ്. ഇതാണ് തെറ്റിക്കോ? കിട്ടിയ പറ. കേട്ടില്ലേ? ഇനി ഒരു എഞ്ചിൻ എന്ന് പറയുന്ന ഈ കാർബൺ എഞ്ചിന്റെ പ്രത്യേകത എഫിഷ്യൻസി മാക്സിമം ആണ്. എഫിഷ്യൻസി മാക്സിമം ആയിട്ടുള്ള എഞ്ചിനാണ് കാർബൺ എഞ്ചിൻ. അങ്ങനെ ഒരു തിയറം വരെയുണ്ട്, കാർനോട്ട് തിയറം. കാർനോട്ട് തിയറം എന്ന് പറഞ്ഞ തിയറുണ്ട്. നിങ്ങൾക്ക് എണ്ണും അറിയില്ല കേട്ടോ. തിയറം എന്ന് പറയുമ്പോൾ തള്ളാണ്, വെറും തള്ള്. അതായത് ഞാനൊരു എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ എഞ്ചിനാണ് മാക്സിമം എഫിഷ്യൻസി, ആ എഞ്ചിനാണ് മാക്സിമം എഫിഷ്യൻസി, അത്രേ ഉള്ളൂ. ആ ഒരു ഇതിനെ പറഞ്ഞ പേരാണ് കാർനോട്ട് തിയറം എന്ന് പറയുന്നത്. സോ കാർനോട്ട് എഞ്ചിനേക്കാൾ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കാർനോട്ട് എഞ്ചിൻ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. കാർനോട്ട് എഞ്ചിൻ ഒരു തിയറട്ടിക്കൽ എഞ്ചിനാണ്. അതായത് തിയറി പ്രകാരം ഇങ്ങനെയൊക്കെ സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർനോട്ട് പറഞ്ഞ പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ കിട്ടും. അതൊരു തിയറിറ്റിക്കൽ എഞ്ചിനാണ്. കാരണം ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ഇവിടെ ഒരിക്കലും പോസിബിൾ ആവില്ല.
ഇയാൾ 2-3 കാര്യങ്ങൾ പറഞ്ഞത്, ഇയാൾ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പോസിബിൾ അല്ലാത്ത. ഇയാൾ പറഞ്ഞ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിന്റെ ഭാഗങ്ങൾക്കൊന്നും ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഫ്രിക്ഷൻലെസ് പാർട്ടുള്ള എഞ്ചിനാണ്. ഫ്രിക്ഷൻലെസ് പാർട്ടുള്ള ഒരു തേങ്ങാക്കൊലയും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫ്രിക്ഷൻലെസ് പാർട്ടുള്ള എഞ്ചിൻ ഉണ്ടെങ്കിൽ കാർബൺ എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇയാളുടെ ഫസ്റ്റ് അസംപ്ഷൻ തന്നെ അതാണ്, ഫ്രിക്ഷൻലെസ് ആയി. 2, ഇയാളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. ഐഡിയൽ ഗ്യാസ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള ഐഡിയൽ ഗ്യാസ് ഇവിടെ ഇല്ല, അങ്ങനെ ഗ്യാസ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറയുന്ന ഒരിക്കലും നടക്കാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് കാർബൺ എഞ്ചിൻ. അപ്പോ അത് കഴിഞ്ഞിട്ട് തന്നെ ഈ എഞ്ചിൻ തിയററ്റിക്കൽ എഞ്ചിനാണ്. അപ്പൊ തിയററ്റിക്കൽ എഞ്ചിനാണ് കാർബൺ ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ കാർബൺ എഞ്ചിൻ 4 പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അതേപോലെ എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അതേപോലെ കംപ്രഷൻ. പ്രോസസ്സുകളാണ്. ഈ എഫിഷ്യൻസിയാണ് കാർബൺ എഫിഷ്യൻസി. ഇതിനേക്കാൾ എഫിഷ്യൻസി ഒരു എഞ്ചിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് കാർബൺ. ഓക്കെ, ശരികൂടാ മാക്കട്ടെ. മാക്കട്ടെ. അടുത്തത് ജസ്റ്റ് ഒരു ചെറിയ കാര്യം പറയാം. ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡവുമായിട്ട് അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് മോളിക്യൂളിന് എത്ര രീതിയിൽ കൂടെ എനർജി സപ്ലൈ ചെയ്യാം, ഒരു ഗ്യാസ് മോളിക്യൂളിന് എത്ര രീതിയിൽ കൂടെ എനർജി സപ്ലൈ ചെയ്യാം, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്പർ ഓഫ് വേസ് ടു സപ്ലൈ എനർജി, നമ്പർ ഓഫ് വേസ് through which we can supply energy, number of ways to which we can supply energy. നമുക്ക് എത്ര രീതിയിൽ കൂടെ എനർജി ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ ഒരു ഗ്യാസ് മോളിക്യൂൾ, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ നമ്പർ ഓഫ് വേസ് ടു which we can supply energy, ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ ഒറ്റ അറ്റമുള്ള ഗ്യാസ് മോളിക്യൂൾ. ഈ ഒറ്റ അറ്റം നമുക്ക് ഹീലിയം എടുക്കാം, ആർഗൺ എടുക്കാം, മോണോഅറ്റോമിക് ഗ്യാസ് നമ്മൾ നോബിൾ ഗ്യാസ്. ഈ മോണോഅറ്റോമിക് നമുക്ക് 3 രീതിയിൽ കൂടെ എനർജി കൊടുക്കാൻ പറ്റും. ഒന്ന് കൈനറ്റിക് എനർജിന്റെ എക്സ് ആക്സിസ്, 2 കൈനറ്റിക് എനർജി വൈ ആക്സിസ്, 3 കൈനറ്റിക് എനർജി സെഡ് ആക്സിസ്. അങ്ങനെ 3 ട്രാൻസ്ലേഷൻ രീതിയിൽ കൂടെ 3 ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ആയിട്ട് 3 ആശയങ്ങൾ എക്സ് വൈ സെഡ് 3 ആശയങ്ങൾ ചെയ്യാൻ പറ്റും. മോണോഅറ്റോമിക്കിന് എനർജി കൊടുക്കാൻ പറ്റും. അപ്പൊ മോണോഅറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം അതുകൊണ്ടാണ്. കാരണം 3 രീതിയിൽ കൂടെ എനർജി കൊടുക്കാൻ പറ്റും. ആ 3 ട്രാൻസ്ലേഷനാണ്. അത് ചോദിച്ചിട്ടുണ്ട്. മോണോഅറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? ട്രാൻസ്ലേഷനാണ്, എക്സ് വൈ സെഡ്. റൊട്ടേഷനിൽ കൈനറ്റിക് എനർജി കൊടുക്കാൻ മോണോഅറ്റോമിക്കിന് പറ്റില്ല. കാരണം മോണോഅറ്റോമിക് എന്ന് പറയുമ്പോൾ ഒരു ആറ്റമുള്ളൂ. ഒരു ആറ്റത്തിനുള്ളിൽ കൂടെ നമുക്ക് ആക്സിസ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ആക്സിസ് ഉണ്ടെങ്കിൽ തിരിയാൻ പറ്റും. അപ്പൊ തിരിയണമെങ്കിൽ എന്ത് വേണം? ആക്സിസ് വേണം. ഒരു മോണോഅറ്റോമിക്കിന് ആക്സിസ് ഡിഫൈൻ ചെയ്യാനുള്ള സ്പേസ്, സൈസ് ആ ആറ്റത്തിന് ഇല്ല. ആറ്റം ഈസ് ടു സ്മോൾ ടു ഡിഫൈൻ ആൻ ആക്സിസ്. അപ്പോ അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിന് റൊട്ടേഷണൽ ഡിഗ്രി ഇല്ല, പകരം ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് മൂന്നാണ്. ഈ രണ്ടാറ്റമുള്ള ഡയാറ്റോമിക് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. 5 ഡിഗ്രി അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടാതെ 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. കാരണം ആക്സ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഈ ബോണ്ടുകൾ, 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടുകൾക്കിടയിലുണ്ട്. അപ്പൊ ഇവിടെ ഒരു ആറ്റം ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബോണ്ടുകൾക്ക് ഇടയിൽ കൂടെ നമുക്ക് ഒരു ആക്സ് ഡിഫൈൻ ചെയ്ത് കറക്കാൻ പറ്റുമല്ലേ. അങ്ങനെ 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം
മൂന്ന് ട്രാൻസാക്ഷൻ അപ്പൊ മോണോആറ്റോമിക്കിന്റെ ഡിഗ്രി തമ്മിൽ ഡയാറ്റോമിക്കിന്റെ ഡിഗ്രി കാണിക്കും. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചതിൽ ഒരു ഗുണം എന്താ വെച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചാൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഫ്രീഡം എത്ര രീതിയിൽ കൂടെ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എത്ര രീതിയിൽ കൂടെ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. മോണോആറ്റോമിന്റെ മൂന്ന് രീതിയെ പറ്റുള്ളൂ. ട്രാൻസ്ലേഷൻ എക്സ്, ട്രാൻസ്ലേഷൻ വൈ, ട്രാൻസ്ലേഷൻ സെഡ്, റൊട്ടേഷൻ ഇല്ല. ഡയാറ്റോമിക്കിന് ട്രാൻസ്ലേഷൻ എക്സ്, ട്രാൻസ്ലേഷൻ വൈ, ട്രാൻസ്ലേഷൻ സെഡ് ഉണ്ട്, പിന്നെ രണ്ട് റൊട്ടേഷൻ, അങ്ങനെ മൊത്തം 5. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചത് ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചേക്കാൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 ആർ CD. മക്കളെ ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 ആർ, ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 ആർ CD. അപ്പൊ CD ഇതിനോട് ചോദിച്ചു മോണോആറ്റോമിക് CD നമ്മൾ ചോദിച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 ആണ്. മോണോആറ്റോമിക് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. 3 ബൈ 2 ആണ് CD. CD ഓഫ് ഡയാറ്റോമിക് ഡയാറ്റോമിക് ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. 5 ബൈ 2 ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 6 കൊണ്ട് എന്ത് കിട്ടും? CD കിട്ടും. അതേ CD കിട്ടും. ഡിഗ്രി ഓഫ് ഫ്രീഡം ബൈ 2 6. ഇനി CP മൈനസ് CB കൊണ്ടുവന്നു. അപ്പൊ CP ഈക്വൽ ടു CB പ്ലസ് R. അപ്പൊ ഇവിടെ കൂടെ ഒരു എന്ത് ചെയ്യാണ്? CP കിട്ടും. അപ്പോ CPക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. CB കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് R തന്നെ CP കിട്ടും. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ 3 ബൈ 2 ആണ് CP. ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ഡയാറ്റോമിക് 5 ബൈ 2 ഡയാറ്റോമിക് CD. ഈ കിട്ടിയ CPയുടെ കൂടെ എന്ത് ചെയ്യാം? ഒരു ആളുടെ ആണെങ്കിൽ CP കിട്ടും. CP ആവശ്യമില്ലാണെങ്കിൽ ഈ CPയുടെ കൂടെ ആവുന്ന ഈ മെയിനായിട്ട് നമുക്ക് ക്ലോസ് അറിയാൻ ക്ലോസ് PV raised to gamma, TV raised to gamma minus 1, T raised to 1 minus gamma, T raised to gamma. ഈ ഗാമ 1 plus 2 by f. 1 plus 2 by f. F plus 2 by f. F plus 2 by f. ഇതാണ് ഗാമ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഫ്രീഡം പ്ലസ് 2 ബൈ f ചെയ്യുക, അതാണ് ഗാമ. ഇപ്പൊ മോണോആറ്റോമിക് ഡയാറ്റോമിക്കിന്റെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സംശയം ഉണ്ടാവും? അപ്പോ മോണോആറ്റോമിക്കിന്റെ മോണയും ഡയും ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. മോണയും ഡയൊക്കെ ചോദിക്കണല്ലോ. മോണോആറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3, ഡയാറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 എന്ന് പഠിക്കുക. ഗാമ ഈക്വൽ ടു 2 plus f by 2. 2 plus f by 2 അങ്ങനെയാണ് നമ്മൾ ഗാമ പഠിക്കുക. CB ഈക്വൽ ടു f by 2 ആണ്. CP പിന്നെ മറ്റേത് വെച്ച് നോക്കാം കേട്ടോ. ഇനി ഞാനൊരു കാര്യം നമ്മുടെ കയ്യിൽ ഒരു സാമ്പിൾ കൊണ്ട് n1 number of oxygen gas ഉണ്ട്. n1 number of oxygen gas ഉണ്ട്. CV1 ആണ് അവരുടെ സ്പെസിഫിക് ഫംഗ്ഷൻ. CV1 ആണ്. CP1 ആണ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫംഗ്ഷൻ. ഗാമ അതിന്റെ ഗാമ. അപ്പൊ ഒരു സാമ്പിൾ ഉണ്ട്, അതിന്റെ നമ്പർ ഓഫ് മോൾസ് n1, അപ്പൊ ഒരു സാമ്പിൾ വേറൊരു സാമ്പിൾ നമ്പർ 2, അതിന് നമ്പർ 4 ഉണ്ട്. കാർബണേഷൻ ആണ്. അവിടുത്തെ CV2 ആണ്. CV2 ആണ്. ഈ രണ്ട് സാമ്പിൾ മിക്സ് ചെയ്യുന്നത്. ഈ രണ്ട് സാമ്പിളുകളെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നത്? മക്കളെ മിക്സർ ഉണ്ടാവും. ഈ മിക്സറിന്റെ CP, മിക്സറിന്റെ CD, മിക്സറിന്റെ ഗാമയൊക്കെയാണ് കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ മിക്സറിന്റെ ടെമ്പറേച്ചർ നോക്കാൻ സിമ്പിൾ സാധനം. N1 T1 plus N2 CP മിക്സ് CV CV മിക്സ് ഈക്വൽ ടു N1 CV1 അതേപോലെ N2 CV2 by N1%.
CP6 CP is equal to N1 CP1 plus N2 CP2 by N1 plus CP6. Gamma mix കണ്ടുപിടിക്കാൻ ഗാമ മിക്സ് കണ്ടുപിടിക്കാൻ N1 ഗാമ 1 പ്ലസ് N2 ഗാമ 2 ബൈ N1 പ്ലസ് N2 അല്ല അത് കാരണം കൊണ്ട് ഗാമ മിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ N1 ബൈ ഗാമ 1 മൈനസ് 1 number of first N1 by first in the gamma 1 minus 1 plus N2 by gamma 2 minus 1 is equal to N1 plus N2 by gamma mix minus 1. അപ്പോൾ number of forces തന്നിട്ടുണ്ടാവും. അപ്പൊ number of forces N1 by gamma 1 minus 1 plus N2 by gamma 2 minus 1 N1 plus N2 by gamma mix minus 1. ഇതാണ് മിക്സ്ചറിന്റെ ഗാമ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മിക്സ്ചറിന്റെ ഗാമ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, കിട്ടിയാ? കിട്ടിയാ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒപ്റ്റിക്സ് എടുക്കാം കേട്ടോ. ഓക്കെ.